ലീലാകളമിലല്ലോലകാലവ്യാളവിലാസിനേ ഗണേശായ നമോ നീലകമലാമലകാന്തയേ പ്രത്യൂഹവ്യൂഹ വിഹതികാരകം പരമം മഹഃ അന്തഃകരണശുദ്ധിം മേ വിദധാതു സനാതനം യത് പ്രസാദാത് കവീന്ദ്രത്വം മന്ദോപി ലഭത്തെ ക്ഷണാത് താം ശാരദേന്ദുസ്വച്ഛാംഗീം വന്ദേ ദേവീം സരസ്വതീം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വളരെ സരസമായ ഒരു പ്രഭാഷണം കഴിഞ്ഞിട്ട് ഒരു താടിക്കാരൻ്റെ ഒരു ശുഷ്കമായ വാക്കുകൾ കേൾക്കാനാണ് നിങ്ങൾ ഇരിക്കുന്നത്. സമയവും ഉറക്കത്തിന് നല്ല അനുകൂലമായ സമയം. പക്ഷേ എൻ്റെ നിയോഗം ഞാൻ പാലിക്കണമല്ലോ. എൻ്റെ വിഷയം മോഡേൺ പെർസ്പെക്റ്റീവ് ഓഫ് ഇന്ത്യൻ മാത്തമാറ്റിക്സ് എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് ഭാരതീയ ജ്യോതിഷത്തെക്കുറിച്ച് സംസാരിക്കും എന്നൊക്കെയാണ് ഡീറ്റെയിൽസിൽ. ഞാൻ കുറച്ച് ഷീറ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്, ട്രാൻസ്പെറൻസി ഷീറ്റുകൾ. അത് വെച്ചുകൊണ്ടായിരിക്കും കാര്യങ്ങൾ പറഞ്ഞു പോവുക. പോയിന്റ് ആയിട്ട് ഷീറ്റുകൾ മാറ്റി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. ഷീറ്റ് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ ബാക്കിൽ എന്നുള്ളത്? വിസിബിലിറ്റി ഏതായാലും കാണുന്നുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ തുടങ്ങുകയാണ്. എനിക്ക് 1 മണിക്കൂർ സമയമാണ് തന്നിരിക്കുന്നത്. അതിനകം ഭാരതീയ ഗണിതത്തിൻ്റെ ഒരു നഖചിത്രം നിങ്ങൾക്ക് മുമ്പ് കാഴ്ചവെക്കാമെന്നാണ് വിചാരിക്കുന്നത്. ആദ്യം തന്നെ കുറച്ച് പുസ്തകങ്ങളുടെ പേരുകളാണ് വെച്ചിരിക്കുന്നത്. ഒരു 5-6 പുസ്തകങ്ങൾ കൂടിയുണ്ട്. നമ്മൾ ഇപ്പം തന്നെ ഞാൻ പറഞ്ഞു, മോഡേൺ പെർസ്പെക്റ്റീവ് ഓഫ് ഇന്ത്യൻ മാത്തമാറ്റിക്സ് എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. മലയാളത്തിലെ ജ്യോതിഷത്തെക്കുറിച്ച് സംസാരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്താണ് ജ്യോതിഷവും ഈ മാത്തമാറ്റിക്സും തമ്മിലെ ബന്ധം? ജ്യോതിഷം എന്ന് വെച്ചാൽ എന്താണ്? വാസ്തവത്തിൽ ഇന്നൊക്കെ നമ്മൾ ജ്യോതിഷം പ്രെഡിക്റ്റീവ് അസ്ട്രോളജി എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. ഭാരതത്തിൽ ജ്യോതിഷം എന്ന് വെച്ചാൽ അസ്ട്രോണമി മാത്രമായിരുന്നു. അസ്ട്രോണമി വിത്ത് മാത്തമാറ്റിക്സ്, ഓഫ് കോഴ്സ്, പ്യുവർ സയൻസ് മാത്രം. പ്രെഡിക്റ്റീവ് പാർട്ട് ഉണ്ടായിരുന്നില്ല. നമ്മൾ ഭാരതീയ ഗണിതത്തിൻ്റെ അഥവാ ജ്യോതിഷത്തിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഒരു വളരെ വിപുലമായ ഒരു ചരിത്രമാണ്. വാസ്റ്റ് ആയിട്ടുള്ള ഒരു ലിറ്ററേച്ചർ ഉണ്ട്, ഒരു പീരിയഡ് ഉണ്ട്. അതിനെ ഒരു 4 കാലഘട്ടമായിട്ട് സൗകര്യത്തിന് വേണ്ടി തിരിക്കാം. ഒന്ന് വേദിക് പീരിയഡ്. വേദിക് പീരിയഡ് ഏതാണ്ട് 2000 BC മുതൽ ക്രിസ്തുബ്ദം തുടങ്ങുന്നത് വരെ ഉള്ള കാലം. രണ്ടാമത്തെ പീരിയഡ് ട്രാൻസിറ്റ് പീരിയഡ്, സംക്രാന്തി കാലഘട്ടം. അതായത് വേദകാലഘട്ടത്തിൽ നിന്നും 3ാമത്തെ കാലഘട്ടത്തിലേക്കുള്ള ഒരു സംക്രാന്തി, ട്രാൻസിറ്റ് പീരിയഡ്. അത് 1ാം ആര്യഭടൻ വരെയുള്ള കാലം. അതായത് ക്രിസ്തുബ്ദം 1ാം നൂറ്റാണ്ട് മുതൽ 5ാം നൂറ്റാണ്ട് വരെയുള്ള കാലം. 3ാമത്തെ കാലഘട്ടം സിദ്ധാന്തിക് പീരിയഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ക്ലാസിക്കൽ പീരിയഡ് എന്ന് പറയാം. അത് 476 AD ജനിച്ച ആര്യഭടൻ തുടങ്ങി പ്രസിദ്ധമായ ലീലാവതി എന്ന ഗ്രന്ഥം രചിച്ചിട്ടുള്ള ഭാസ്കരൻ രണ്ടാമൻ 12ാം നൂറ്റാണ്ട്, അദ്ദേഹത്തോടു കൂടി അവസാനിക്കുന്നു. ഇതാണ് 3ാമത്തെ കാലഘട്ടം. ഇതോടുകൂടി ഭാരതത്തിൽ ആകമാനമുള്ള ഗണിത പ്രവർത്തനങ്ങൾ ഏതാണ്ട് നിലച്ചു എന്ന് തന്നെ പറയാം. അപ്പോഴാണ് കേരളത്തിൽ ഗണിത പ്രവർത്തനങ്ങൾ വളരെ തീവ്രമായും തീക്ഷ്ണമായും ഗൗരവമായും ആരംഭിച്ചത്. അതുകൊണ്ട് അടുത്ത കാലഘട്ടം 4ാമത്തെ കാലഘട്ടം കേരള പീരിയഡ് എന്നാണ് അറിയപ്പെടുന്നത്. അതിന് വേറൊരു പേരും കൂടി ഉണ്ട്, സിജ് പീരിയഡ്. സിജ് എന്ന് പറഞ്ഞാൽ അസ്ട്രോണോമിക്കൽ ടേബിൾസ് ആണ്. അത് ധാരാളം എഴുതപ്പെട്ട കാലം എന്നുള്ളത് കൊണ്ട് സിജ് പീരിയഡ്. ഇങ്ങനെ 4 കാലഘട്ടമായിട്ടാണ് ഭാരതീയ ഗണിതം അഥവാ ഭാരതീയ ജ്യോതിഷം അതിൻ്റെ ചരിത്രം തിരിക്കുന്നത് സൗകര്യത്തിന് വേണ്ടി. ഇതിൽ വേദിക് പീരിയഡിൽ പ്രെഡിക്റ്റീവ് അസ്ട്രോളജി തീരെ ഇല്ല. അപ്പൊ ജ്യോതിഷം ഉണ്ടായിരുന്നു. ജ്യോതിഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം റെക്കനിങ് സയൻസ് ആണ്. തസ്മാദിദം കാലവിധാന ശാസ്ത്രം യോ ജ്യോതിഷം വേദ സവേദ യജ്ഞം എന്നാണ് വേദാംഗ ജ്യോതിഷം എന്ന ഒരു കൊച്ചു പുസ്തകം ജ്യോതിഷത്തെ നിർവചനം ചെയ്യുന്നത്. ഇതം കാലവിധാന ശാസ്ത്രം, കാലവിധാനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശാസ്ത്രമാണ്. ടൈം റെക്കനിങ് സയൻസ്. എന്തിനാണ് കാലവിധാനം ചെയ്യുന്നത്? വേദത്തിൽ ധാരാളം യാഗങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വേദങ്ങളെല്ലാം തന്നെ യാഗങ്ങൾക്ക് വേണ്ടി പുറപ്പെട്ടവയാണ്. വേദാഹി യജ്ഞാർത്ഥമഭിപ്രവൃത്താഹ.
യജ്ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വേദങ്ങളെങ്കിൽ യജ്ഞങ്ങൾ എപ്പോൾ ചെയ്യണം? ഓരോ യാഗവും ചെയ്യാൻ നിശ്ചിത സമയമുണ്ട്. കൃത്തികാസു അഗ്നിമാദധീത, കാർത്തിക ഞാറ്റുവേലയിൽ അഗ്നിയാധാനം ചെയ്യുക. ഇതുപോലെ ഓരോ യാഗത്തിനും സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ഈ സമയം അറിയണമെങ്കിൽ അതിനൊരു ശാസ്ത്രമാണ്. ആ ശാസ്ത്രമാണ് ജ്യോതിഷം. കാലവിധാന ശാസ്ത്രമാണ്. അതിൽ പ്രഡിക്ഷൻ ഇല്ല, പ്രഡിക്റ്റീവ് അസ്ട്രോളജി തീരെ ഇല്ല. പിന്നീടുള്ള സിദ്ധാന്ത കാലഘട്ടത്തിലാണ് പ്രഡിക്റ്റീവ് അസ്ട്രോളജി ഭാരതീയ ഗ്രന്ഥങ്ങളിൽ കണ്ടു തുടങ്ങിയത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ വരാഹമിഹിരന്റെ ബൃഹജ്ജാതകം അഥവാ ഹോരാശാസ്ത്രം എന്ന പുസ്തകത്തിലാണ് ആദ്യമായിട്ട് പ്രഡിക്റ്റീവ് അസ്ട്രോളജി തുടങ്ങിയിട്ടുള്ളത്. അത് ഇന്നും വളരെ പ്രാമാണികമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഈ ഹോരാശാസ്ത്രം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ക്ലാസിക്കൽ പീരിയഡിൽ ജ്യോതിഷത്തിൽ 3 വിഷയങ്ങൾ ഉണ്ടായിരുന്നു: മാത്തമാറ്റിക്സ്, അസ്ട്രോണമി, അസ്ട്രോളജി. ഇത് 3ഉം ചേർന്നാണ് ക്ലാസിക്കൽ പീരിയഡിലെ സിദ്ധാന്ത കാലഘട്ടത്തിലെ ജ്യോതിഷം എന്ന് പറയുന്നത്. ഇനി വേദകാലഘട്ടത്തിൽ വേദസംഹിതകളിലും ബ്രാഹ്മണങ്ങളിലും ദശാംശ സംഖ്യാ സമ്പ്രദായം സുലഭമായിട്ട് ഉപയോഗിച്ച് കാണുന്നുണ്ട്. ദശാംശ സംഖ്യാ സമ്പ്രദായം ഭാരതീയരുടെ തന്നെയാണ്. വേദകാലത്തിന് മുമ്പ് തന്നെ വേണമെങ്കിൽ ഹാരപ്പൻ കൾച്ചറൽ എക്സ്കവേഷൻസിലൊക്കെയുള്ള സ്കെയിലും മറ്റും ദശാംശ സംഖ്യാ സമ്പ്രദായം ഉപയോഗിച്ച് കാണുന്നുണ്ട്. നമുക്കത് ദശാംശ സംഖ്യ ഭാരതീയരെ കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നും. നിസ്സാരമല്ലാതെ വളരെ വളരെ ഗൗരവമാർന്ന പഠനങ്ങൾക്ക് അത് അർഹമാണ്. ഈ ദശാംശ സംഖ്യാ സമ്പ്രദായം മാത്രം ഉപയോഗിച്ചിട്ടാണ് വേദിക് മാത്തമാറ്റിക്സ് എന്ന വേദഗണിതം എന്ന ഭാരതീയ കൃഷ്ണതീർത്ഥ സ്വാമിയുടെ പുസ്തകത്തിൽ ഇതിനെയാണ് കാര്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഗണിതം വളരെ ലാഘവത്തോടുകൂടി ചെയ്യാൻ ദശാംശ സംഖ്യാ സമ്പ്രദായം നന്നായിട്ട് ഉപകരിക്കും. ഇപ്പോൾ എനിക്ക് അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ഉള്ള സമയമോ സൗകര്യമോ ഇല്ലാത്തതുകൊണ്ട് ഒരു റെഫറൻസ്, ഒരു ഹിന്റ് മാത്രം തന്ന് ഞാൻ പോവുകയാണ്. അപ്പോൾ വളരെയധികം ഗൗരവമേറിയ ഒരു കാര്യമാണ് ദശാംശ സംഖ്യാ സമ്പ്രദായം വേദങ്ങളിൽ, ബ്രാഹ്മണങ്ങളിലും സംഹിതകളിലും ഉപയോഗിച്ചിരുന്നു എന്നുള്ളത്. കൂടാതെ അസ്ട്രോണോമിക്കൽ റെഫറൻസസ് ധാരാളം വേദങ്ങളിൽ കാണുന്നുണ്ട്. അയനങ്ങൾ, അതായത് സൂര്യന്റെ തെക്കോട്ടും വടക്കോട്ടും ഉള്ള നീക്കങ്ങൾ, അതുപോലെ 12 ചാന്ദ്രമാസങ്ങൾ, ചിലപ്പോൾ മാത്രം വേണ്ടിവരുന്ന 13ാമത്തെ ചാന്ദ്രമാസം, അധിമാസം, ഇന്റർകാലറി മന്ത്സ്, അതുപോലെ 27 28 നക്ഷത്ര സമൂഹങ്ങൾ, ഇതെല്ലാമാണ് വേദ സംഹിതകളിലും ബ്രാഹ്മണങ്ങളിലും കാണുന്ന ജ്യോതിഷ പരാമർശങ്ങൾ. ഇതിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 12 രാശി എന്ന സങ്കല്പം വേദത്തിൽ കാണുന്നില്ല. വേദസംഹിതകളിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് കാണുന്നില്ല. ആണെങ്കിൽ വലിച്ചു നീട്ടി ഫാർഫെച്ചഡായിട്ട് ഉണ്ട് എന്ന് കൊണ്ടുവരാമെന്ന് മാത്രമേ ഉള്ളൂ. ഞാറ്റുവേല സമ്പ്രദായം പോലെ നക്ഷത്രങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് ഗ്രഹഗതി നിരീക്ഷിച്ചിരുന്നത്. ഞാറ്റുവേല എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ. ഞാറ്റുവേല എന്ന് വെച്ചാൽ ഞായറുടെ വേള, ഞായർ എന്ന് വെച്ചാൽ സൂര്യൻ, വേള എന്ന് വെച്ചാൽ പൊസിഷൻ ഓഫ് ദ സൺ വിത്ത് റെസ്പെക്ട് ടു ദ സ്റ്റാർസ് എന്നാണ്. അശ്വതി ഞാറ്റുവേല എന്ന് വെച്ചാൽ അശ്വതി നക്ഷത്ര സമൂഹത്തിന്റെ അടുക്കൽ സൂര്യൻ കാണുന്ന അല്ലെങ്കിൽ സൂര്യൻ സഞ്ചരിക്കുന്ന കാലയളവ്. ഇതുപോലെയാണ് ഓരോ ഞാറ്റുവേലയും. അപ്പോൾ നക്ഷത്രങ്ങളെ വെച്ചുകൊണ്ടാണ് ഗ്രഹങ്ങളുടെ മൂവ്മെന്റ്, പ്ലാനറ്റ്സിന്റെ മൂവ്മെന്റ് നിരീക്ഷിച്ചിരുന്നത്. അല്ലാതെ മേടം, ഇടവം തുടങ്ങിയിട്ടുള്ള 12 രാശികളൊന്നും നമ്മളിന്ന് പറയുന്നുണ്ടല്ലോ, അത് വെച്ചുകൊണ്ടല്ല. അതും പിന്നീട് വന്നിട്ടുള്ളതാണ്. അതും ഹോരയിലാണ് ആദ്യമായിട്ട് കാണുന്നത്. വേദാംഗ ജ്യോതിഷം എന്ന ഒരു ഗ്രന്ഥത്തെക്കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞു. ഈ വേദാംഗ ജ്യോതിഷം വേദാംഗമാണ്. വേദാംഗം എന്ന് വെച്ചാൽ വേദങ്ങളുടെ പഠനം പൂർണ്ണമാവണമെങ്കിൽ 6 വേദാംഗങ്ങളുടെ പഠനം കൂടി വേണം എന്നാണ് പാരമ്പര്യം പറയുന്നത്. ശിക്ഷ, വ്യാകരണം, ഛന്ദസ്, നിരുക്തം, ജ്യോതിഷം, കൽപ്പം, ഇവയാണ് 6 വേദാംഗങ്ങൾ. വേദാംഗം എന്ന് വെച്ചാൽ വേദത്തിന്റെ അവയവം. അതിലൊന്നാണ് ജ്യോതിഷം. ഈ വേദാംഗ ജ്യോതിഷം എന്ന പേരിൽ 3 പുസ്തകങ്ങൾ കിട്ടാനുണ്ട്. അതിൽ 2 വളരെ കൊച്ചു പുസ്തകമാണ്. ആർച്ചജ്യോതിഷം എന്ന് വെച്ചാൽ ഋഗ്വേദത്തെ സംബന്ധിക്കുന്ന ജ്യോതിഷം. പിന്നെ യാജുഷ ജ്യോതിഷം, യജുർവേദത്തെ സംബന്ധിക്കുന്ന ജ്യോതിഷം. ഇത് രണ്ടും ഏതാണ്ട് 1200 BC മുമ്പ് എഴുതപ്പെട്ട പുസ്തകങ്ങളാണ്. മൂന്നാമത്തേത് ആഥർവണ ജ്യോതിഷം, അഥർവവേദത്തെ സംബന്ധിക്കുന്ന പുസ്തകം വളരെ അർവാചീനമാണെന്നാണ് ചരിത്രകാരന്മാര് പറയുന്നത്. ഇനി വേദകാലഘട്ടത്തിൽ എടുത്തു പറയത്തക്ക ഒരു ഗ്രന്ഥ സമുച്ചയമാണ്, ഗ്രന്ഥ സമൂഹമാണ് ശുൽബസൂത്രങ്ങൾ. ശുൽബസൂത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ യാഗവേദി നിർമ്മാണത്തിനുള്ള കോഡ് ബുക്സ് ആണ്. കൽപ്പം എന്നൊരു വേദാംഗം നമ്മൾ പറഞ്ഞു.
കൽപ്പം എന്ന് വെച്ചാൽ ഗൈഡ് ബുക്സ് ഓർ കോഡ് ബുക്സ് ആണ് ഫോർ സാക്രിഫീഷ്യൽ പെർഫോമൻസസ്. അതിൻ്റെ ഒരു ഭാഗമാണ് ശില്പസൂത്രങ്ങൾ. ശില്പസൂത്രങ്ങൾ യാഗവേദി നിർമ്മാണമാണ് പ്രതിപാദനം ചെയ്യുന്നത്. അതിൽ 7 ശില്പസൂത്രങ്ങൾ കിട്ടാനുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട 4 എഴുതി കാണിച്ചിരിക്കുന്നത്: ബൗധായന ശില്പസൂത്രം, മാനവ ശില്പസൂത്രം, ആപസ്തംഭ ശില്പസൂത്രം, കാത്യായന ശില്പസൂത്രം എന്നിങ്ങനെ. ഇതിൽ ബൗധായന ശില്പസൂത്രമാണ് ഏറ്റവും പ്രധാനവും ഏറ്റവും പഴക്കമുള്ളതും. ഈ ശില്പസൂത്രങ്ങളെ നമുക്ക് വേണമെങ്കിൽ സോഴ്സ് ബുക്സ് ഓഫ് ഇന്ത്യൻ ജിയോമെട്രി, ഏൻഷ്യന്റ് ഇന്ത്യൻ ജിയോമെട്രി എന്ന് വിളിക്കാം. ഇന്ത്യൻ ജിയോമെട്രിയുടെ, ഇന്ത്യൻ ജ്യാമിതിയുടെ, ഭാരതീയ ജ്യാമിതിയുടെ ശരിക്കൊരു സ്രോതോ ഗ്രന്ഥങ്ങളാണ് ശില്പസൂത്രങ്ങൾ. ഇവയിൽ 3 തരത്തിൽ നമുക്ക് ജിയോമെട്രി ഡീൽ ചെയ്തതായിട്ട് കാണാം. ചിലത് ജിയോമെട്രിക്കൽ പ്രൊപ്പോസിഷൻസ് ഡയറക്റ്റ് ആയിട്ട് പറയും, ചിലത് ഉപയോഗിച്ച് കണക്കുകൾ, യാഗവേദ നിർമ്മാണങ്ങൾ പറയും, ചിലത് രണ്ടും മിക്സ് ചെയ്തുകൊണ്ട്, അങ്ങനെ 3 തരത്തിൽ കാണാൻ പറ്റും. ഈ ശില്പസൂത്രങ്ങളുടെ വിഷയം നോക്കുമ്പോൾ ചരിത്രദൃഷ്ട്യ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, പൈതഗോറസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. എല്ലാവരും അറിയുന്ന കാര്യമാണ്, പക്ഷെ ഞാനൊന്ന് പറഞ്ഞു പോകുമ്പോൾ എല്ലാം ഒന്ന് തുടർന്നുള്ളതുകൊണ്ട് പറയാണ്. ബൗധായന ശില്പസൂത്രം 800 BC-ക്കും 600 BC-ക്കും ഇടയ്ക്ക് എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. ഇതിൽ മട്ടത്രികോണ നിയമം വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് റാഷണൽ ലാംഗ്വേജിൽ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്, പ്രസ്താവിച്ചിട്ടുണ്ട്. പടിഞ്ഞാറ് പൈതഗോറസ് ആണെങ്കിൽ 5-ാം നൂറ്റാണ്ടിന് ശേഷമാണ്, BC 5-ാം നൂറ്റാണ്ടിന് ശേഷമാണ് ജനിച്ചതും. അദ്ദേഹത്തിന്റെ മരണശേഷം 10-200 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് പൈതഗോറസ് ഈ നിയമം അറിയുമായിരുന്നു എന്ന് മറ്റാരോ പറഞ്ഞതും. അതിന് തെളിവുകളൊന്നും ഇല്ലതാനും. ഇവിടെ ബൗധായനം വളരെ വ്യക്തമായിട്ട് പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ശില്പസൂത്രത്തിൽ പൈതഗോറസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. മറ്റൊരു കാര്യം, റൂട്ട് 2 എന്ന അപരിമേയ സംഖ്യയുടെ മൂല്യാങ്കനമാണ്. റൂട്ട് 2 എന്ന് പറയുന്നത് കൃത്യം വില പറയാൻ പറ്റാത്ത ഒരു സംഖ്യയാണ്. അതാണല്ലോ അപരിമേയ സംഖ്യ എന്ന് പറയുന്നത്, ഇറാഷണൽ നമ്പർ. ഒന്നുകിൽ അതിനേക്കാളും കുറച്ച് വില കൂടുതലായിട്ട് കണക്കാക്കാം, അല്ലെങ്കിൽ അത് ശരിയാക്കാൻ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് കുറഞ്ഞു പോകും. അങ്ങനെ കൃത്യം വില ഒരിക്കലും കിട്ടില്ല. അങ്ങനെയുള്ള സംഖ്യകളെയാണ് ഇറാഷണൽ നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഏറ്റവും നല്ലൊരു കൃത്യതയുള്ള വില ബൗധായനൻ ശില്പസൂത്രത്തിൽ തന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഇതിന്റെ കൃത്യം വില പറയാൻ പറ്റില്ല എന്നുകൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. സവിശേഷ പ്രമാണം തൃതീയേന വർദ്ധയേത് തച്ച ചതുർത്ഥേന ആത്മചതുസ്ത്രിംശോനേന എന്നാണ് നിയമം. അതിന്റെ കൂട്ടത്തിൽ ഒരു കഷ്ണം കൂടിയുണ്ട്, സവിശേഷ. സവിശേഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾവേസ് വിത്ത് എ റെസിഡ്യൂ. ഓൾവേസ് വിത്ത് എ റെസിഡ്യൂ. എപ്പോഴും കൃത്യത ഉണ്ടാവില്ല, എന്തെങ്കിലും ഊനമോ ന്യൂനതയോ അല്ലെങ്കിൽ ആധിക്യമോ ഉണ്ടാവും. അപ്പൊ ഈ ഇറാഷണാലിറ്റി സൂചിപ്പിക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. ഇതാണ് വൈദിക കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ജ്യോതിഷ ഗണിത പരാമർശങ്ങൾ. ഇനി സംക്രാന്തി കാലഘട്ടത്തിലുള്ള പുസ്തകങ്ങൾ, ഗണിത പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതിന് നമുക്ക് വലിയ തെളിവുകളൊന്നും കിട്ടാനില്ല. എങ്കിലും അതൊരു ഇരുണ്ട കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്, സംക്രാന്തി കാലഘട്ടം. എങ്കിലും ഈ ഇരുണ്ട കാലഘട്ടത്തിലെ വെള്ളി നക്ഷത്രങ്ങൾ പോലെ ചില ഗ്രന്ഥങ്ങളുണ്ട്. അതിലോ ഒരു വിഭാഗമാണ് ജൈന മതഗ്രന്ഥങ്ങൾ. ജൈന മതഗ്രന്ഥങ്ങളിൽ വളരെയധികം മാത്തമാറ്റിക്സ് മാത്രം കൈകാര്യം ചെയ്യുന്ന പുസ്തകങ്ങളുണ്ട്. അതായത് മതഗ്രന്ഥങ്ങളുടെ ഉപഗ്രന്ഥങ്ങളിലോ അനുബന്ധ ഗ്രന്ഥങ്ങളിലോ അല്ല, നേരിട്ട് മതഗ്രന്ഥങ്ങളിൽ ഗണിതം നേരിട്ട് കൈകാര്യം ചെയ്യുന്ന പുസ്തകങ്ങളുണ്ട്. ഗണിതത്തിന് വേണ്ടി മാത്രം ബുക്സ് ഡീലിംഗ് എക്സ്ക്ലൂസീവ്ലി വിത്ത് മാത്തമാറ്റിക്സ്, കനോണിക്കൽ ബുക്സ് ഡീലിംഗ് എക്സ്ക്ലൂസീവ്ലി വിത്ത് മാത്തമാറ്റിക്സ്, അങ്ങനെയുള്ള പുസ്തകങ്ങളുണ്ട്. അതുകൊണ്ട് ലോക മതചരിത്രത്തിൽ തന്നെ ജൈനമതം ഒരു പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അവരുടെ സംഭാവന ധാരാളമായിട്ടുണ്ട്. അതുകൂടാതെ വേറൊരു പുസ്തകം, ഈ കാലത്തെ ഒരു പുസ്തകം കിട്ടാനുള്ളത് ബഗസ്ഥലി ഗ്രന്ഥം എന്നാണ്. ബക്ഷാലി മാനുസ്ക്രിപ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇത് 2 ഈ കാലഘട്ടത്തിൽ നമുക്ക് കിട്ടാനുള്ളത്. പിന്നെ ക്ലാസിക്കൽ കാലഘട്ടം തുടങ്ങുകയാണ്. ക്ലാസിക്കൽ കാലഘട്ടം തുടങ്ങുന്നത് ആര്യഭടൻ 1 മുതലാണ്. ഭാരതീയ ജ്യോതിഷത്തിന്റെ തന്നെ പിതാവ് എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു അപരിമിത പ്രതിഭയായിരുന്നു ആര്യഭടൻ. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമേ നമുക്ക് കിട്ടാനുള്ളൂ, ആര്യഭടീയം. ഒരു പുസ്തകം കൂടി അദ്ദേഹം എഴുതിയതായിട്ട് നമുക്കറിയാം, ആര്യഭട സിദ്ധാന്തം. ഈ ആര്യഭടീയം വളരെ ചെറിയൊരു ഗ്രന്ഥമാണ്. 121 സംസ്കൃത പദ്യങ്ങളാണുള്ളത്. പക്ഷെ ചെറിയ പുസ്തകമാണെങ്കിലും ക്രിട്ടിക്കലും റാഷണലുമായിട്ടുള്ള ലാംഗ്വേജിൽ മാത്തമാറ്റിക്സ്, ആസ്ട്രോണമി ഇത് രണ്ടും ധാരാളം പറഞ്ഞിട്ടുണ്ട് ആര്യഭടൻ. അതിൽ ആര്യഭടന്റെ സംഭാവനകളിൽ പ്രധാനപ്പെട്ട് പറയാനുള്ളത്, ഒന്ന്
നമ്മളുടെ ഭൂമിയും നാം കാണുന്ന ജ്യോതിർഗോളങ്ങളും ഗ്രഹങ്ങളുമെല്ലാം ഗോളങ്ങളാണ് എന്ന് വളരെ വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഭൂഗോള സർവതോ വൃത്ത. ഭൂഗോളം ഒരു യൂണിഫോം സ്ഫിയർ ആണ് എന്നാണ് പറയുന്നത്. സർവതോ വൃത്ത. അതുപോലെ ഭൂഗ്രഹഭാനാം ഗോളാർദ്ധാനി സ്വച്ഛായയാ വിവർണാനി. ഭൂമിയുടെയും മറ്റ് ഗ്രഹങ്ങളുടെയും ഒരു ഹെമിസ്ഫിയർ ഗോളാർദ്ധം തൻ്റെ തന്നെ ഛായ കൊണ്ട് നിഴലുകൊണ്ട് വിവർണങ്ങളാണ്. അപ്പോൾ ഈ ഗ്രഹങ്ങളെല്ലാം സ്ഫെറിക്കലാണ്, സ്ഫെറിക്കൽ ഷേപ്പിലാണ് ഉള്ളത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു കാര്യം. മറ്റൊന്ന്, ഭൂഭ്രമണ സിദ്ധാന്തം ലോകത്തിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ആര്യഭട്ടനാണ്. വെസ്റ്റിലൊക്കെ കോപ്പർനിക്കസ്, ഗലീലിയോ അവരുടെ പേരുകളൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. 5-ാം നൂറ്റാണ്ടിൽ 476 AD ജനിച്ച ആര്യഭടൻ 499 23-ാമത്തെ വയസ്സിൽ ആര്യഭടീയം എന്ന പുസ്തകം എഴുതി. ആ പുസ്തകത്തിൽ അദ്ദേഹം ഭൂമി കറങ്ങുന്നത് കൊണ്ടാണ് ജ്യോതിർഗോളങ്ങളെല്ലാം ഭൂമിക്ക് ചുറ്റുന്നതായി, തിരിഞ്ഞു വരുന്നതായി, ഭ്രമണം ചെയ്യുന്നതായി തോന്നുന്നത് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ആ ഭൂഭ്രമണത്തിന്റെ വേഗതയിൽ പോലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പ്രാണേന ഏതി കലാം ഭൂഹു, പ്രാണേന ഐതി കലാം ഭൂഹു. ഒരു പ്രാണൻ സമയം കൊണ്ട് ഭൂമി ഒരു കല മൂവ് ചെയ്യുന്നു, ചലിക്കുന്നു എന്നാണ്. ഒരു പ്രാണൻ എന്ന് പറഞ്ഞാൽ ഒരു ശരാശരി ആരോഗ്യവാനായ ഒരു മനുഷ്യൻ ശ്വാസോച്ഛ്വാസം ചെയ്യാൻ എടുക്കുന്ന സമയം 4 സെക്കൻഡ്. അതുകൊണ്ട് ഒരു മിനിറ്റ് ഓഫ് ആൻ ആർക്ക്, അതാണ് കല എന്ന് പറയുന്നത്. നമ്മൾ ഒരു സർക്കിളിൽ ഡിഗ്രി, മിനിറ്റ്, സെക്കൻഡ് എന്ന യൂണിറ്റുകൾ പറയുമല്ലോ, അതിൽ മിനിറ്റാണ്. 1 മിനിറ്റ് ഓഫ് ആൻ ആർക്ക്, അത് തിരിയുന്നു എന്നാണ്. പ്രാണേന കലാം ഏതി ഭൂഹു. അതുപോലെ ഒരു മഹായുഗത്തിൽ എത്ര ഭൂഭ്രമണങ്ങളാണുള്ളത് അതിന്റെ കണക്ക് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഈ ഭൂദിനങ്ങളുടെ കണക്ക് എന്ന് പറയുന്നത് നക്ഷത്ര ദിനങ്ങൾ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അതിന്റെയും ഇംപ്ലോയിഡ് മീനിങ് ഭൂമി തിരിയുന്നു എന്നുള്ളതാണ്. ഞാൻ എന്തിനാ ഈ 4 പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല സ്ഥലങ്ങളിലായി വൃത്തിയായിട്ട് ആര്യഭടൻ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പക്ഷേ പിന്നീട് വന്ന ശാസ്ത്രജ്ഞന്മാര് ആര്യഭടന്റെ ഭൂഭ്രമണ സിദ്ധാന്തത്തെ അതിനിശ്ചിതമായി എതിർത്തു. അതുകൊണ്ട് പലരും പാഠമൊക്കെ മാറ്റി. പ്രാണേനൈതി കലാം ഭം എന്നാക്കി, ടെക്സ്റ്റ് തന്നെ മാറ്റി. ഭം എന്ന് പറഞ്ഞാൽ ആകാശം, ജ്യോതിർഗോളം, ഗോളമാണ് തിരിയുന്നത്, ശൂന്യാകാശമാണ് തിരിയുന്നത്, ഭൂമിയല്ല എന്നാക്കി മാറ്റി. അപ്പൊ അങ്ങനെ അല്ല. ഇപ്പൊ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു പുസ്തകത്തിൽ തന്നെ മലയാളത്തിൽ ആര്യഭടീയത്തിന്റെ ഒരു വിവർത്തനം വന്നിട്ടുണ്ട്, VB പണിക്കരുടെ. അതില് പാഠം പ്രാണേനൈതി കലാം ഭം എന്നാണ്. അത് തെറ്റാണ്. പ്രാണേനൈതി കലാം ഭൂഹ് എന്നാണ് പാഠം. ആര്യഭടന്റെ ഭൂഭ്രമണ സിദ്ധാന്തത്തെ പിന്നീട് വന്ന ബ്രഹ്മഗുപ്തനും വരാഹമിഹിരനും കണക്കിന് കളിയാക്കുന്നുണ്ട്. ഇയാൾക്ക് ഒന്നും അറിയില്ല, ഗണിതം അറിയില്ല, അസ്ട്രോണമി അറിയില്ല, മാത്തമാറ്റിക്സ് അറിയില്ല, ഒന്നും അറിയില്ല ആര്യഭട്ടന് എന്നാണ് ബ്രഹ്മഗുപ്തന്റെ സ്റ്റേറ്റ്മെന്റ്. അദ്ദേഹം ചോദിക്കുന്നു, പ്രാണേനൈതി കലാം ഭൂഹു യതി തർഹി കുതോ വ്രജേത കമധ്വാനം ആവർത്തനമുർവ്യാശ്ചേത് ന പതന്തി സമുച്ഛ്രയാഹ കസ്മാത്. ആര്യഭടൻ പറഞ്ഞല്ലോ, ഒരു പ്രാണൻ സമയം കൊണ്ട് ഭൂമി നീങ്ങുന്നു എന്ന് പറഞ്ഞല്ലോ, ഒരു കല നീങ്ങുന്നു എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ നീങ്ങുകയാണെങ്കിൽ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് നീങ്ങുന്നത്? എവിടെ നിന്നാണ് നീങ്ങി തുടങ്ങിയിട്ടുള്ളത്, എങ്ങോട്ടേക്കാണ് നീങ്ങുന്നത്? എവിടെ നിന്ന് ഏത് വഴിക്കാണ് ഭൂമിയുടെ ചലനം? അപ്പോൾ ഭൂമി കറങ്ങുകയാണ് എന്ന് പറയുകയാണെങ്കിൽ, ഭൂമി ഇത്രയും വേഗത്തിൽ കറങ്ങുകയാണെങ്കിൽ നല്ല ഉയരമുള്ള സാധനങ്ങളൊക്കെ വീണുപോവില്ലേ? അതാണ് ചോദിക്കുന്നത്. ഭൂമി സ്വയം കറങ്ങുകയാണെങ്കിൽ എന്തുകൊണ്ട് ഉയരമുള്ള വസ്തുക്കൾ നിലംപതിക്കുന്നില്ല? ഗുരുത്വാകർഷണ നിയമം അറിയില്ല എന്നുള്ളതാണ് കാരണം. അത് നമുക്കിന്നറിയാം. പക്ഷേ ഭൂഭ്രമണ സിദ്ധാന്തം ആവിഷ്കരിച്ച് ബ്രഹ്മഗുപ്തന്റെ നേരെയുള്ള ഒരു ആരോപണമാണ്. ആര്യഭട്ടന്റെ നേരെയുള്ള ബ്രഹ്മഗുപ്തന്റെ ഒരു വിമർശനമാണ്, കടുത്ത വിമർശനമാണ്. ഇതുപോലെ തന്നെയാണ് വരാഹമിഹിരനും ആര്യഭട്ടനെ കളിയാക്കുന്നുണ്ട്, ചോദ്യം ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്ങനെയൊക്കെ ആണെങ്കിലും ബ്രഹ്മഗുപ്തൻ പിന്നീട് ആര്യഭട്ടനെ അംഗീകരിച്ചിട്ടുമുണ്ട്. അത് വേറെ കാര്യം. വേറൊരു പ്രധാനപ്പെട്ട ആര്യഭട്ടന്റെ സംഭാവന എന്ന് പറയുന്നത് പൈ എന്ന മറ്റൊരു അപരിമേയ സംഖ്യയുടെ വളരെ കൃത്യതയാർന്ന മൂല്യാങ്കനം. ഇത് എല്ലാവരും അറിയുന്നൊരു കാര്യമാണ്, എങ്കിലും പറഞ്ഞു പോകുമ്പോൾ പറയണം എന്നുള്ളത് കൊണ്ട്, ദ വാല്യൂ ഓഫ് പൈ ഈസ് അപ്രോക്സിമേറ്റ്ലി 3.1416 എന്നാണ് ആര്യഭട്ടന്റെ സ്റ്റേറ്റ്മെന്റ്. അപ്രോക്സിമേറ്റ്ലി 3.1416. എക്സാക്ട് വാല്യൂ തരാൻ കഴിയില്ല എന്നുള്ളതിന് സൂചനയും കൂടി അദ്ദേഹം തന്നിട്ടുണ്ട്. ചതുരധികം ശതം അഷ്ടഗുണം ദ്വാഷഷ്ടിസ്തഥാ സഹസ്രാണാം അയുതദ്വയ വിഷ്കംഭസ്യ ആസന്നോ വൃത്തപരിണാഹ. ആസന്നഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്,
ആണ്. അപ്പോൾ എക്സാക്ട് വാല്യൂ തരാൻ പറ്റില്ല എന്നുള്ളൊരു സൂചന തന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് പിന്നീട് കേരളത്തിലെ ഒരു ചൊമാതിരി ഇതിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് ഇറാഷണൽ ആണെന്നാണ് ആര്യഭടൻ എന്തുകൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. ഏതൊരു യൂണിറ്റ് ഉപയോഗിച്ചുകൊണ്ടാണോ റേഡിയസ് അളക്കുന്നത്, അതേ യൂണിറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സർക്കംഫറൻസ് അളന്നു നോക്കിയാൽ ഒരു പൂർണ്ണസംഖ്യ കിട്ടില്ല എന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതാണ് ആര്യഭടന്റെ മറ്റൊരു സംഭാവന. ഈ സമയം വളരെ ചുരുക്കമായതുകൊണ്ട് ഇങ്ങനെ പോയിന്റ്സ് ആയിട്ട് പറഞ്ഞു പോവുകയാണ്. അവസാനം ഞാൻ കുറച്ച് സമയം ഡിസ്കഷനും ചോദ്യത്തിനൊക്കെ നിർത്തുന്നുണ്ട്. അപ്പോൾ വല്ലതും ചോദിക്കുകയാണെങ്കിൽ കൂടുതൽ പറയാം. ബ്രഹ്മഗുപ്തൻ, ആര്യഭടൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലാസിക്കൽ പീരീഡിൽ ഉള്ള പ്രമുഖന്മാരായ ഗണിതശാസ്ത്രജ്ഞന്മാര് ഭാസ്കരൻ ഒന്നാമൻ, ബ്രഹ്മഗുപ്തൻ, മഹാവീരൻ, ശ്രീപതി, മുഞ്ചാലൻ, ഭാസ്കരൻ രണ്ടാമൻ, ഇവരൊക്കെയാണ്. അതിൽ ബ്രഹ്മഗുപ്തന്റെ 2 പുസ്തകമാണ് കിട്ടാനുള്ളത്. ബ്രഹ്മഗുപ്തൻ ആര്യഭടനെ കളിയാക്കുകയൊക്കെ ചെയ്തുവെങ്കിലും വളരെ അതുല്യമായ ഒരു ഗണിത പ്രതിഭ തന്നെയായിരുന്നു അദ്ദേഹം. ഒരുപാട് ആര്യഭടനെ കവച്ചു വെക്കുന്ന പല ഗണിത തത്വങ്ങളും അദ്ദേഹം ആവിഷ്കരിച്ചിട്ടുണ്ട്. അദ്ദേഹം ആര്യഭടനെ ഒന്നും അറിയില്ല എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റാണ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത്. ജാനാതി ഏകമപിയതോ ന ആര്യഭട ഗണിത കാലഗോളാനാം ന മയാ പ്രോക്താനി തതഃ പൃഥക് പൃഥക് ദൂഷണാന്യേതേഷാം. മാത്തമാറ്റിക്സും അറിയില്ല, അസ്ട്രോണമിയും അറിയില്ല എന്നാണ് ആര്യഭടനെ കുറിച്ച് ബ്രഹ്മഗുപ്തൻ പറയുന്നത്. ഗണിതം, കാലക്രിയ, ഗോളം, ഇവ 3-ൽ ഒരെണ്ണം പോലും ആര്യഭടൻ ചൊവ്വയെ അറിയുന്നില്ല. അതുകൊണ്ട് വേറെ ഖണ്ഡനം ഞാൻ ചെയ്യുന്നില്ല എന്നാണ്. സ്പെസിഫിക് ആയിട്ട് ഞാൻ എടുത്തു പറയുന്നില്ല, ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് മതി, അത്രയേ അർഹിക്കുന്നുള്ളൂ, ഒന്നും അറിയില്ല ആര്യഭടൻ എന്നാണ് ബ്രഹ്മഗുപ്തൻ പറയുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ബ്രഹ്മഗുപ്തന്റെ സംഭാവന അതിവിപുലമാണ്. ഒരു 2-3 കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കാം. ചാക്രിക ചതുർഭുജത്തിന്റെ വിസ്തീർണം ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ബ്രഹ്മഗുപ്തനാണ്. ചാക്രിക ചതുർഭുജം എന്ന് വെച്ചാൽ ഒരു വൃത്തത്തിലെ തൊട്ടു നിൽക്കുന്ന 4 കോണങ്ങളുള്ള ചതുർഭുജം, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. അതിന്റെ വിസ്തീർണം ആദ്യമായിട്ട് പറഞ്ഞത് ബ്രഹ്മഗുപ്തനാണ്. അതുപോലെ സെക്കൻഡ് ഓർഡർ ഇൻഡിറ്റർമിനേറ്റ് ഇക്വേഷൻസ്, അതിന്റെ സൊല്യൂഷൻ, അതും ബ്രഹ്മഗുപ്തനാണ്. ഇതൊക്കെ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് വെസ്റ്റില്, യൂറോപ്പില് ഇതൊക്കെ ആവിഷ്കരിക്കപ്പെടുന്നതും ഫോർമുല കൊണ്ടുവരപ്പെടുന്നതും ചെയ്യുന്നു. അതുപോലെ ന്യൂട്ടൺ സ്റ്റെർലിംഗ് ഇന്റർപോളേഷൻ ഫോർമുല, ഇതുപോലെ ഒരുപാടുണ്ട്. ഞാൻ 2-3 സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്തത് മഹാവീരനാണ്. മഹാവീരൻ ഒരു ജൈന ഗണിതനാണ്. 9-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ജൈന ഗണിതജ്ഞനാണ്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ പുസ്തകം ഗണിതസാര സംഗ്രഹം. ഗണിതം വളരെ രസകരമായി എങ്ങനെ പഠിപ്പിക്കാം എന്നുള്ളതിന് വേണ്ടി എഴുതപ്പെട്ട ഒരു പുസ്തകമാണ്. അതിൽ ചില പെക്യുലർ ആയിട്ടുള്ള രസകരമായിട്ടുള്ള നമ്പേഴ്സ് കാണിക്കുന്നുണ്ട്. ഇതിൽ കാണിച്ചിരിക്കുന്ന നമ്പേഴ്സ് നിങ്ങൾ വേറെ പല പുസ്തകങ്ങളിലും കണ്ടിട്ടുണ്ടാവും. ഇതിന്റെ എല്ലാം സോഴ്സ് മഹാവീരന്റെ ഗണിതസാര സംഗ്രഹമാണ്. ഇത് സിമ്മെട്രിക് ആയിരിക്കും. ഇതിലെ ഡിജിറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ ആയിരിക്കും. ആദ്യത്തെ നോക്കിക്കോളൂ, 1 5 1 5 1 തിരിച്ചെഴുതിയാലും തന്നെ കിട്ടും. അതുപോലെയാണ് അടുത്തത്, എല്ലാം 1 തന്നെയാണ്. അടുത്തത് ഇടയ്ക്ക് 3 0, അപ്പുറത്തൊന്ന്, ഇതേപോലെ ഇപ്പുറത്തും 3 0 1. അടുത്ത സംഖ്യ ശ്രദ്ധേയമാണ്. 1 2 3 4 5 6 7 9. അതായത് 8 ഒഴികെയുള്ള എല്ലാ സംഖ്യകളും എഴുതുക, എല്ലാ അക്കങ്ങളും എഴുതുക, അതൊരു സംഖ്യയാവും. അതിനെ 9 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന തുക 1 മാത്രമുള്ള ഒരു സംഖ്യയാണ്. 1 മാത്രമുള്ള സംഖ്യ. ഇതുപോലെ 9-ന് പകരം നിങ്ങൾ 18 കൊണ്ട് ഗുണിച്ചാൽ അത് 2 മാത്രമുള്ള സംഖ്യ കിട്ടും. ഇതുപോലെ ചില പെക്യുലിയർ നമ്പേഴ്സ് അദ്ദേഹം തരുന്നുണ്ട്. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ സംഭാവന പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് എങ്ങനെ കണ്ടുപിടിക്കും. NCR ഗണിതം അറിയുന്നവർക്ക് അറിയാം. അതായത് ഇപ്പോൾ ഒരു 50 പേരുണ്ടെങ്കിൽ 50 പേരിൽ നിന്നും 15 പേരെ എങ്ങനെ സെലക്ട് ചെയ്യാം, എത്ര തരത്തിൽ സെലക്ട് ചെയ്യാം, ഇതിന്റെ കണക്കാണ് കോമ്പിനേഷൻ NCR എന്ന് പറയുന്നത്. ഇൻ ഹൗ മെനി വേസ് ആർ തിങ്സ് ക്യാൻ ബി സെലക്ടഡ് ഫ്രം എ ഗ്രൂപ്പ് ഓഫ് n തിങ്സ്. അതിന്റെ വിലയാണ് n × n - 1 × n - 2. ഇതെല്ലാം സ്കൂളുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷെ നമ്മൾ പഠിക്കുമ്പോഴുള്ള കുഴപ്പം, എല്ലാം യൂറോപ്പിലുണ്ടായത്, യൂറോപ്യൻ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചത് എന്നാണ് എപ്പോഴും നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്നും അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ മാത്തമാറ്റിക്സിന് ഭാരതം ചെയ്തിട്ടുള്ള സംഭാവന അതിമഹത്താണ്, അതിവിപുലമാണ്. ഈ ബ്രഹ്മഗുപ്തന്റെയൊക്കെ പുസ്തകങ്ങൾ
അറേബ്യൻ പേർഷ്യൻ തർജ്ജമകളിലൂടെ യൂറോപ്പിലെത്തുകയും അവരത് പഠിച്ചിട്ട് അവർ പുതിയ സിദ്ധാന്തങ്ങളായി ആവിഷ്കരിച്ച് നമുക്ക് തന്നെ തരികയും നമ്മളെ പഠിപ്പിക്കുകയും ചെയ്ത് ഏതാണ്ട് ഒരു 50 കൊല്ലം മുമ്പ് വരെ യൂറോസെൻട്രിക് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററിയാണ് നമുക്ക് തന്നിരുന്നത്. 50-60 കൊല്ലം മാക്സിമം പറയാം. അതിനു മുമ്പ് വരെ എല്ലാവരും പറഞ്ഞിരുന്നത് യൂറോപ്പിലാണ് എല്ലാ പുതിയ വിജ്ഞാന ശാഖകളും ഉടലെടുത്തിരുന്നതെന്ന്. വാസ്തവത്തിൽ സത്യം അതല്ല. ഇന്ത്യയിൽ ഗണിതം ഒരു ശാസ്ത്രമായിട്ട്, അതായത് പുതിയ അർത്ഥത്തിൽ തന്നെ ശാസ്ത്രമായിട്ട് ധാരാളം പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതിന് ധാരാളം തെളിവുകളുണ്ട്. പുതിയ അർത്ഥത്തിൽ ശാസ്ത്രം എന്ന് പറയുമ്പോൾ പണ്ട് നമുക്ക് ശാസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു. ന്യായശാസ്ത്രം, വേദാന്ത ശാസ്ത്രം, സാഖ്യശാസ്ത്രം തുടങ്ങിയിട്ടുള്ള ശാസ്ത്രങ്ങൾ. ആ ശാസ്ത്രങ്ങൾ ചോദ്യം ചെയ്യാൻ പാടില്ല, പറയുന്നത് അങ്ങനെ അനുസരിക്കുക എന്നുള്ള ഒരു സമ്പ്രദായമാണ്. അതായത് ന്യായശാസ്ത്രത്തിൽ ഇതിങ്ങനെയാണെന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടെന്ന് ചോദിക്കരുത്, ആദ്യം അത് മനസ്സിലാക്കുക എന്ന് പറയും. പക്ഷെ മോഡേൺ സയൻസിൽ അങ്ങനെയല്ല. വെസ്റ്റേൺ സയൻസിൽ സയൻസ്, to put in lucid terms, is a set of laws which can be subjected to experimentation and verification. എപ്പോൾ വേണമെങ്കിലും നമുക്ക് പരിശോധിക്കുകയോ പരീക്ഷിക്കുകയോ നിരീക്ഷിക്കുകയോ ചെയ്യാവുന്ന ഒരു കൂട്ടം നിയമസംഹിത, നിയമങ്ങളുടെ ഒരു സംഹിത, അതാണ് സയൻസ് എന്ന് പറയുന്നത്. വളരെ ഇതായിട്ട് ലളിതമായിട്ട് പറയുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് ചോദ്യം ചെയ്യാം, അത് പരീക്ഷിച്ച് നോക്കാം, നിരീക്ഷിക്കാം. അതാണ് ശാസ്ത്രം, സയൻസ് മോഡേൺ സെൻസിൽ. പഴയ സെൻസിൽ ശാസ്ത്രം എന്ന് പറയുമ്പോൾ അജ്ഞാതാർത്ഥ ജ്ഞാപകം എന്നാണ് പറയുക. അറിയാത്ത വിഷയങ്ങൾ പറഞ്ഞു തരുന്നത്, ശാസനം ചെയ്യുന്നത് ശാസ്ത്രം. ഇതിങ്ങനെയാണ്, മനസ്സിലാക്കിക്കോളൂ, ചോദ്യം ചെയ്യരുത്, ഇങ്ങനെയാണ് സാധാരണ പറയാറ്. പക്ഷെ ഇതിനൊരു മറുവശമുണ്ട്, മിക്കവാറും ആരും പറയാത്ത ഒരു വശം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചോദ്യം ചോദിക്കരുത് എന്നല്ല പറഞ്ഞിട്ടുള്ളത്, നല്ലപോലെ പറഞ്ഞ കാര്യം ഉൾക്കൊണ്ടിട്ട് നല്ലപോലെ ചിന്തിച്ചിട്ട് പിന്നെ ചോദ്യം ചോദിക്കൂ എന്നാണ്. അതായത് ആദ്യം കേൾക്കുക, പിന്നെ ചിന്തിക്കുക, മനനം ചെയ്യുക, മനസ്സിലാക്കി കഴിഞ്ഞാൽ ചോദ്യം ചോദിക്കുക എന്നാണ്. ഒരിക്കലും ചോദ്യം ചോദിക്കരുത് എന്ന് ഭാരതീയ സമ്പ്രദായത്തിൽ, പൈതൃകത്തിൽ പറഞ്ഞിട്ടേ ഇല്ല. ഭാരതീയ പാരമ്പര്യം ചോദ്യം ചെയ്യരുതെന്ന് പറഞ്ഞിട്ടേ ഇല്ല. വാദേ വാദേ ജായതേ തത്വബോധ. എങ്ങനെയാണ് തത്വദർശനം ഉണ്ടാവുന്നത്, സത്യം അറിയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാദം ചെയ്തിട്ട് തന്നെയാണ്. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറയുന്നതാണ്. പ്രണിപാതം കൊണ്ടും പരിപ്രശ്നം കൊണ്ടും സേവ കൊണ്ടും കാര്യം മനസ്സിലാക്കുമെന്നാണ്. പ്രണിപാതം എന്ന് വെച്ചാൽ കംപ്ലീറ്റ് സറണ്ടർ. അത് കഴിഞ്ഞാൽ പരിപ്രശ്നേന, കുത്തി ചോദിക്കുക. കാര്യങ്ങൾ ശരിക്കും അറിയാൻ വേണ്ടി ജിജ്ഞാസയോടുകൂടി ആഴത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുക, കാര്യങ്ങൾ മനസ്സിലാവുന്നതാണ്. ചോദിക്കരുതെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. വിവാദശ്ച വിവാഹശ്ച സമയോരേവ ശോഭത്തെ. വിവാദവും വിവാഹവും ഈക്വൽ ആയിരിക്കുന്ന ആളുകളോടും തമ്മിലേ ശോഭിക്കുന്നുള്ളൂ, ആളുകൾ തമ്മിലേ ശോഭിക്കുന്നുള്ളൂ എന്നാണ്. ഡിബേറ്റ് ആൻഡ് മാരേജ് ഓൾവേസ് ഷൈൻസ് ഓൺലി വിത്ത് ഇൻ ദ കേസ് ഓഫ് പീപ്പിൾ ഇൻ ഈക്വൽ റാങ്ക് എന്നാണ് പറയുന്നത്. വിവാദശ്ച വിവാഹശ്ച സമയോരേവ ശോഭത്തെ. അതുപോലെ നമ്മളുടെ ഉപനിഷത്തുകളെല്ലാം, നമ്മളുടെ ഭാഗവതം, എങ്ങനെയാ ഭാഗവതം എവിടെ വെച്ചാണ് എഴുതപ്പെട്ടത്? നൈമിഷേ അനിമിഷക്ഷേത്രേ മുനയ ശൗനകാദയ സത്രം സ്വർഗായ ലോകായ സഹസ്രസമമാസത. സത്രങ്ങളിലാണ്, യാഗശാലകളിലാണ് ഭാഗവതം എഴുതപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ യാഗശാലകളിൽ യാഗം ക്രിയകളൊക്കെ കഴിഞ്ഞിട്ട് ലീഷർ കിട്ടുമ്പോൾ ചർച്ചകൾ ധാരാളം ചെയ്യാം, ചോദ്യം ചെയ്യുക, പരസ്പരം സംവാദം ചെയ്യുക, വിവാദത്തിലൂടെ സംവാദത്തിലെത്തുക. ഇതാണ് നമ്മളുടെ രീതി. ഈ രീതി നമുക്ക് എവിടെയോ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ ചോദ്യം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടില്ല, ചോദ്യം ചെയ്യാം, മനസ്സിലാക്കിയിട്ട് ചോദ്യം ചെയ്യൂ എന്നാണ് ശാസ്ത്രം പറയുന്നത്. ആ സെൻസിൽ മാത്രമല്ല, മോഡേൺ സെൻസിലും ധാരാളം ശാസ്ത്രം, ഗണിതശാസ്ത്രം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അതിന് നമുക്ക് നഷ്ടപ്പെടാൻ 2 കാരണങ്ങളാണ്. ഒന്ന്, നമ്മളുടെ ഈ ട്രഡീഷൻ, ഓറൽ ട്രഡീഷൻ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. രണ്ടാമത്തേത്, യൂറോ കേന്ദ്രിതമായ ചരിത്ര പഠനം. ഇതിൽ യൂറോ കേന്ദ്രിതമായ ചരിത്ര പഠനം എന്നുള്ളത് പതുക്കെ മാറി വരികയാണ്. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 60 വർഷമായിട്ട് അതൊക്കെ മാറി വരുന്നുണ്ട്. ആഫ്രിക്കയിലും ചൈനയിലും അമേരിക്കയിലും ഉണ്ടായിരുന്ന പ്രാചീന, ഏഷ്യയിലും ഉണ്ടായിരുന്ന പ്രാചീന സംസ്കാരങ്ങളെ പഠിക്കുകയും അവ ഭൗതിക വിജ്ഞാന ശാഖകൾക്ക് കൊടുത്തിട്ടുള്ള സംഭാവനകളെ ശരിക്കും വിലയിരുത്തുകയും ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അത് പതുക്കെ മാറുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് കാര്യമൊന്നും ആവില്ല. നമ്മളുടെ ട്രഡീഷൻ നമ്മൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. മുമ്പ് സംസാരിച്ച നാണുകുട്ടൻ നായർ കൂടെ പറഞ്ഞൊരു കാര്യം, ജീവിതചര്യ നമ്മൾ മറന്നു എന്നാണ്. ജീവിതചര്യ, അതാണ് ധർമ്മം. ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ധർമ്മം ഈസ് എ വേ ഓഫ് ലിവിങ്
which sustains the whole universe എന്നാണ്. It's a way of living which sustains this whole universe. ഈ പ്രപഞ്ചത്തെ പിടിച്ചു നിർത്തുന്ന ഒരു ജീവിത രീതിയാണ് ധർമ്മം. നമ്മളുടെ ജീവിത രീതികൾ നമ്മൾ മറന്നു. ഗണിതത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളുടെ മുതിർന്നവർ, മുമ്പുള്ള തലമുറയിലുള്ള ആൾക്കാരോട് ചില കണക്കുകൾ ചോദിച്ചാൽ നമ്മളെക്കാളും വേഗത്തിൽ ഒരു ഉത്തരം പറയും. എങ്ങനെയാണത്? അവരുടേതായ ഒരു രീതിയുണ്ട്. 98ഉം 96ഉം ഗുണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ 100 വെച്ചുകൊണ്ട്, ലീലാവതിയിലും വേദിക് മാത്തമാറ്റിക്സിലൊക്കെ ഈ രീതി തന്നെയാണ് പിന്തുടരുന്നത്. 100 വെച്ചുകൊണ്ട് കണക്കാക്കി കഴിക്കും. നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു? 98, 96 കാൽക്കുലേറ്റർ വെച്ച് അടിച്ച് നോക്കുന്നു. അവരുടെ രീതി ഒരു മനന രീതി, ഒരു ചിന്താരീതി, ചിന്താസരണി ഉണ്ടായിരുന്നു. ഇതുപോലെ ഭാരതീയമായ നമുക്കൊരു മാത്തമാറ്റിക്കൽ മെത്തഡോളജി, മാത്തമാറ്റിക്കൽ അപ്രോച്ച് ഉണ്ടായിരുന്നു. അത് നഷ്ടപ്പെട്ടിരിക്കുന്നു. തീർത്തും നഷ്ടപ്പെട്ടു എന്ന് പറയാൻ വയ്യ. കുറച്ചൊക്കെ ഇന്നും പഴയ ഗണിതം അറിയുന്നവരുണ്ട്. അവരെ ശരിക്ക് അറിയാനും അതുകൊണ്ട് ഭാരതീയ ഗണിതം പഠിക്കാനും ഭാരതീയമായ ഒരു ഇൻഡിജിനസ് ആയിരിക്കുന്ന മെത്തഡോളജി അത് മനസ്സിലാക്കി വെസ്റ്റേൺ അപ്രോച്ചും രണ്ടും കൂടി നോക്കി ഒരു ബ്യൂട്ടിഫുൾ ബ്ലെൻഡേജ് ഉണ്ടാക്കാനുമാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ള ചില സൂചനകൾ മാത്രം, ചരിത്രം മാത്രം, നഖ ചിത്രം തരാനാണ് ഞാനിവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് വേണ്ടത്. ഇന്ത്യൻ മാത്തമാറ്റിക്സിൽ അതുണ്ടായിരുന്നു ഇതുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എങ്കിലും ഞാൻ ഇപ്പം എന്തിനാ അത് പറയുന്നത് ചോദിച്ചാൽ ഒരു ചരിത്രം കാണിച്ചു തരാൻ വേണ്ടി മാത്രം. പക്ഷേ ഇതെല്ലാം ക്രിട്ടിക്കലായിട്ട് എവാലുവേറ്റ് ചെയ്യുകയും ഇതിൽ നിഹിതമായിരിക്കുന്ന വിജ്ഞാനം, അതിൻ്റെ ഒരു മെത്തഡോളജി അതെടുത്ത് മോഡേൺ മെത്തഡോളജിയുമായിട്ട് തട്ടിക്കുകയും അത് രണ്ടും എവിടെയൊക്കെയാണ് മീറ്റ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് സിമിലാരിറ്റീസ്, കോൺട്രാസ്റ്റ്, രണ്ടും കൂടി എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത്ഭുതാവഹമായ ഫലങ്ങൾ ഉളവാകും തീർച്ചയാണ്. അത് ആ വഴിക്ക് ഉള്ള ഒരു പുസ്തകമാണ് പ്രൊഫസർ മരുമകൻ രാജയുടെ ഭാരതീയ ന്യായശാസ്ത്രവും ആധുനിക ഗണിതവും, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ്. ഇതുപോലെ ഓരോ വിജ്ഞാനശാഖയിലും, ഓരോ ദർശനത്തിലും, ഓരോ ഭൗതിക വിജ്ഞാന ശാഖയാണെങ്കിലും അത് സാഹിത്യശാസ്ത്രമാണെങ്കിലും ഏതാണെങ്കിലും നമുക്ക് നമ്മളുടേതായ ഒരു ചിന്താസരണി ഉണ്ടായിരുന്നു, നമ്മളുടേതായ ഒരു ജീവിത രീതി ഉണ്ടായിരുന്നു. അത് മുഴുവൻ നശിപ്പിച്ചു. യൂറോകേന്ദ്രിതമായ പഠനം, അതുപോലെ ഒരുപാട് കാരണങ്ങൾ, ചരിത്രപരമായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട്. ഇത് പറയുമ്പോൾ ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ വയ്യ, സൂചിപ്പിക്കാതിരിക്കാൻ വയ്യ. നമ്മളുടെ ജീവിത രീതിയെ നശിപ്പിക്കാൻ ഉള്ള കാരണങ്ങൾ പറഞ്ഞല്ലോ. അതിലൊന്ന് പറയുന്ന കൂട്ടത്തിൽ മാക്സ് മ്യൂളർ, ഋഗ്വേദം എഡിറ്റ് ചെയ്ത ആളാണ്, മഹാപണ്ഡിതനാണ്, മഹാനായ ഒരു ഓറിയന്റലിസ്റ്റാണ്, എല്ലാവരും അംഗീകരിച്ച ഒരു വസ്തുതയാണ്. പക്ഷെ ഈ മാക്സ് മ്യൂളർ എന്തിനാണ് ഋഗ്വേദം എഡിറ്റ് ചെയ്തത്? ഋഗ്വേദം എന്താണ്? ഓറൽ ട്രഡീഷനിൽ വന്നിട്ടുള്ള ഒരു ശബ്ദരാശി, മൗഖിക പാരമ്പര്യത്തിൽ വന്നിട്ടുള്ള ശബ്ദരാശി. പുസ്തകത്തിലുള്ളതല്ല ഋഗ്വേദം. നിഷ്കാമനായിട്ടുള്ള, അകാമഹതനായിട്ടുള്ള, സെൽഫിഷ് മോട്ടീവ്സ് ഒന്നുമേ തീരെ തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരുവൻ, അവനെയാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. അവൻ വേണ്ട വിധത്തില് ഉച്ചരിച്ചിരിക്കുന്ന ശബ്ദരാശി അവൻ ഉച്ചരിക്കണം, അപ്പോഴേ വേദാവുള്ളൂ. കമ്പ്യൂട്ടറിൽ പറഞ്ഞു കഴിഞ്ഞാൽ വേദാവില്ല, അത് വെറും ജഡ വാഗ്ജാലം മാത്രം. അപ്പൊ ഇങ്ങനെയുള്ള ഓറൽ ട്രഡീഷനിൽ ഏറ്റു പറയുന്ന ഒരു ട്രഡീഷനാണ് നമുക്കുണ്ടായിരുന്നത്. ഇങ്ങനെയുള്ള ഋഗ്വേദത്തെ എന്ത് ചെയ്തു? പുസ്തകത്തിലാക്കിയ മാക്സ് മ്യൂളർ സ്വന്തം ഭാര്യ എന്ന് പറയുന്നത് വന്നുപോയ ഒരു പ്രയോഗമാണ്, ദുരുദ്ദേശമൊന്നുമില്ല. ഭാര്യയ്ക്കും സ്റ്റേറ്റിനും എഴുതിയ 2 ലെറ്റർ ആര്യസമാജക്കാർ കോട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പുസ്തകത്തിൽ വായിച്ചതാണ്, അതിന്റെ റെഫറൻസ് ഇപ്പൊ തരാനില്ല. ഏതായാലും റെഫറൻസ് കയ്യിലുണ്ട്. മിസ്കൊട്ടേഷൻ ആണോ എന്ന് എനിക്കറിയില്ല. അതിൽ അദ്ദേഹം പറയുന്നത്, സനാതനധർമ്മത്തിന്റെ കടയ്ക്ക് ഞാൻ മഴു വെച്ചിരിക്കുന്നു. ഇനി ചെയ്യേണ്ടത് സ്റ്റേറ്റ് ആണ്, ഇനി ചെയ്യേണ്ടത് ഭരണകൂടമാണ്. അപ്പോൾ ഓറൽ ട്രഡീഷൻ നശിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മളുടെ ഭാരതീയ ധർമ്മത്തിന്റെ ഒരു കാതൽ എന്ന് പറയുന്നത് ഈ ജീവിത രീതിയാണ്. അത് നശിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഗണിത രീതിയും നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. വാസ്തവത്തിൽ ഇന്ന് നാം കാണുന്ന മിക്ക ഗണിത ശാഖകളും, ആധുനിക ഗണിത ശാഖകളും ഭാരതത്തിൽ ഉടലെടുത്താണ്. അങ്ങനെ നമ്മൾ വീറോട് കൂടി പറയുമ്പോൾ സൂക്ഷിക്കുകയും വേണം. എല്ലാം ഇവിടെ നിന്നാണ് ഉടലെടുത്തെന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടി നന്നായി പറയുന്നത് ഇവിടെ പലതും ഉണ്ടായിരുന്നു. മാത്രമല്ല ഇത് വളരെ കാലം നിലനിന്ന ഒരു സംസ്കാരം ആയതുകൊണ്ട്, സനാതന സംസ്കാരം ആയതുകൊണ്ട് ഇതിൽ മിക്കതും നശിച്ചു പോവാതെ നിലനിരുന്നു, വളരെ കാലത്തേക്ക് നിലനിന്നിരുന്നു, നൂറ്റാണ്ടുകളോളം നിലനിന്നിരുന്നു എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. അപ്പൊ ഞാനിങ്ങനെ ഇടയ്ക്കൊരു ഡിസ്കഷന് പോയിട്ട് വീണ്ടും മഹാവീരനിലേക്ക് വരികയാണ്. മഹാവീരൻ അദ്ദേഹം ഗണിതത്തെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? ലൗകികേ വൈദികേ വാപി തഥാ സാമയികേപി യഃ വ്യാപാരഃ തത്ര സർവത്ര സംഖ്യാനം ഉപയുജ്യത്തെ. വെദർ ദ ഡിസിപ്ലിൻ ബി വേദിക് or mundane, everywhere
മാത്തമാറ്റിക്സ് ഈസ് അപ്ലൈഡ് എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് റെൻഡറിങ്. കൈകാര്യം ചെയ്യുന്ന മേഖല, മണ്ഡലം, അത് വൈദികമായാലും ശരി, ലൗകികമായാലും ശരി, അല്ല ഇനി സാമയികമായാലും ശരി. സാമയികം എന്ന് വെച്ചാൽ ആഗമികം, പരമ്പരയായിട്ട് കിട്ടുന്ന വാമൊഴിയായിട്ടോ അല്ലാതെയോ കിട്ടുന്ന പാരമ്പര്യം ഉണ്ടല്ലോ, അതായാലും ശരി, ഏത് ഫീൽഡാണെങ്കിലും സംഖ്യാനം ഉപയുജ്യത്തെ. സംഖ്യാനം എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സ്, സംഖ്യാനം ഉപയുജ്യത്തെ. മാത്രമല്ല കാമതന്ത്രേ അർത്ഥശാസ്ത്രേ വാ ഗാന്ധർവേ നാടകേപി വാ സൂപശാസ്ത്രേ തഥാ വൈദ്യേ വാസ്തുവിദ്യാദി വസ്തുഷു. കാമശാസ്ത്രത്തിലും സംഖ്യ വേണം, അർത്ഥശാസ്ത്രത്തിലും വേണം, സംഗീതത്തിലും വേണം. ഗാന്ധർവം എന്ന് വെച്ചാൽ സംഗീതശാസ്ത്രം. നാടകത്തിലും വേണം. എന്തിനധികം അടുക്കളയിലും കണക്ക് വേണം. കണക്കില്ലാതെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കണക്കില്ലാതെയാവും. കണക്കില്ലാതെ കറി ഉണ്ടായി കഴിഞ്ഞാലേ നമ്മൾ കണക്കില്ലാതെയാവും. അതാണ് സൂപശാസ്ത്രം. സൂപശാസ്ത്രം എന്ന് വെച്ചാൽ പാകശാസ്ത്രം. പാകശാസ്ത്രത്തിലും ഗണിതം വേണം. എന്തിനാ അധികം പറയുന്നത്? ബഹുഭി വിപ്രലാപൈക്യം ത്രൈലോക്യേ സചരാചരേ യത് കിഞ്ചിത് വസ്തു തത്സർവം ഗണിതേന വിനാനഹി. ഒരു കാര്യവും ഗണിതമില്ലാതെ നടക്കില്ല എന്നൊക്കെ മഹാവീരൻ തൻ്റെ ഗ്രന്ഥത്തിൻ്റെ അവസാനത്തിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ മഹാവീരന്റെ ഗണിതസാര സംഗ്രഹം എന്നുള്ള പുസ്തകം വാസ്തവത്തിൽ ലീലാവതിയുടെ മാതൃകയാണ്. ഭാസ്കരാചാര്യരുടെ ലീലാവതി ഏറെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണല്ലോ. 12ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഭാസ്കരൻ രണ്ടാമന്റെ ലീലാവതി. അതിന്റെ മാതൃക, അതിന്റെ ബേസ് എന്ന് പറയുന്നത്, അതിന്റെ മോഡൽ ഇതാണ്, ഗണിതസാര സംഗ്രഹമാണ്. വളരെ രസകരമായ സന്ദർഭങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് വളരെ ഹൃദ്യങ്ങളായ മനോഹരങ്ങളായ പദ്യങ്ങളിലൂടെ കണക്ക് പഠിപ്പിക്കുക. ഇതാണ് ഇതിന്റെ ഉദ്ദേശം. മുമ്പ് പറഞ്ഞല്ലോ. അപ്പോൾ അതിലൊരു കണക്ക് പറയുന്ന സന്ദർഭം ഇതാണ്. ആദ്യ രാത്രിയിൽ പ്രണയകലഹത്തിൽ വധുവിൻ്റെ മാല പൊട്ടിപ്പോയപ്പോൾ അതിലുണ്ടായിരുന്ന മുത്തുകളിൽ 1/3 ഭാഗം കിടക്കയിൽ വീണു, 5/1 ഭാഗം ചെതറിത്തെറിച്ചു, 4/1 ഭാഗം ഇയാളുടെ കയ്യിൽ, വരന്റെ കയ്യിലായിരുന്നു. ബാക്കി 2 വധുവിന്റെ കയ്യിലുണ്ടായിരുന്നുവെങ്കിൽ മൊത്തം എത്ര മുത്തുകൾ ഉണ്ടായിരുന്നു? ഇതുപോലെയുള്ള സന്ദർഭങ്ങളാണ്. അതുപോലെ നിങ്ങൾ കേട്ടിട്ടുള്ള ജലത്തിൽ അരയന്നങ്ങൾ ഉണ്ടായിരുന്നു, പുഷ്പങ്ങൾ ഉണ്ടായിരുന്നു, അതിൽ പുഷ്പങ്ങളിൽ അരയന്നങ്ങൾ വന്നിരുന്നു, അപ്പോൾ 1 കുറവായിരുന്നു എന്നുപോലെയുള്ള കണക്കുകളുണ്ടല്ലോ. അതുപോലെ കാറ്റടിച്ചപ്പോൾ താമര ജലാശയത്തിലെ ജലപ്പരപ്പിന്റെ മുകളിൽ നിന്നിരുന്ന താമരമൊട്ട് വളഞ്ഞു നിൽക്കുകയും അത് ഇത്ര ദൂരം അകലെ വെള്ളത്തിൽ തൊടുകയാണെങ്കിൽ അതിന്റെ എത്ര ഉയരത്തിലായിരുന്നു പൂവുണ്ടായിരുന്നു. അതുപോലെ ട്രിഗണോമെട്രിയിലുള്ള ചോദ്യങ്ങൾ, ഇതുപോലുള്ള രസകരമായ ചോദ്യങ്ങളും കണക്കുകളും എല്ലാം മഹാവീരൻ ഗണിതസാര സംഗ്രഹത്തിൽ തന്നിട്ടുണ്ട്. ഇത് നോക്കിയിട്ടാണ് പിന്നീട് ഭാസ്കരാചാര്യര് ലീലാവതി എഴുതിയത്. ഇനി നമ്മൾ നേരിട്ട് ഭാസ്കരൻ രണ്ടാമനിലേക്ക് പോവാണ്. ഇപ്പൊ പറഞ്ഞ ലീലാവതികാരൻ. സംസ്കൃത ഗ്രന്ഥങ്ങളിൽ ഏറ്റവും അധികം വ്യാഖ്യാനം എഴുതപ്പെട്ടിട്ടുള്ള പുസ്തകം ഭഗവത്ഗീതയാണ്. ഭഗവത്ഗീത കഴിഞ്ഞാൽ പിന്നെ വ്യാഖ്യാനം എഴുതപ്പെട്ടിട്ടുള്ള പുസ്തകം കാവ്യപ്രകാശം എന്ന ഒരു ഈസ്തെറ്റിക്സിലെ പുസ്തകമാണ്. സൗന്ദര്യശാസ്ത്രം, സാഹിത്യശാസ്ത്രത്തിലെ പുസ്തകമാണ് കാവ്യപ്രകാശം. ഈ 2 പുസ്തകങ്ങളും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം വ്യാഖ്യാനം എഴുതപ്പെട്ടിട്ടുള്ളത് ലീലാവതി എന്ന ഗണിത ഗ്രന്ഥത്തിനാണ്. വളരെ കൊച്ചു പദ്യങ്ങളിൽ, മനോഹരമായിട്ടുള്ള പദ്യങ്ങളിലൂടെ ഗണിതം പഠിപ്പിക്കുന്ന മഹാവീരന്റെ അതേ രീതി തന്നെയാണ്. ആ പദ്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ സുഖമായിരിക്കും. ഇങ്ങനെ മനോഹരമായിട്ടുള്ള പദ്യങ്ങളിൽ മുമ്പ് പറഞ്ഞ പോലെ മനോഹരമായിട്ടുള്ള ആശയങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് പുസ്തകം എഴുതിയിരിക്കുകയാണ് ലീലാവതി. ഒരു പദ്യം ഞാൻ ഉച്ചരിക്കാം. ബാലേ മരാളകുലമൂലദളാനി സപ്ത തീരേ വിലാസഭരമന്ധരഗണ്യപശ്യം കുറുവച്ച കേളികലഹം കളഹം സയുഗ്മം ശേഷം ജലേ വദ മരാളകുലപ്രമാണം. അല്ലയോ പെൺകുട്ടി, ആകെയുള്ള ഹംസങ്ങളുടെ എണ്ണത്തിൽ വർഗമൂലത്തിന്റെ 7/2 ഭാഗം തീരത്തിൽ വിഹരിക്കുന്നു. ബാക്കിയുള്ള 2 ഹംസങ്ങൾ വെള്ളത്തിൽ കേളികലഹം നടത്തുകയാണ്. മൊത്തം എത്ര ഹംസമുണ്ട് പറയൂ എന്നാണ്. ഞാൻ ഈ ആശയത്തിലേക്കല്ല വിരൽ ചൂണ്ടുന്നത്. ആ പദ്യത്തിന്റെ ഒരു ശബ്ദ സൗഭാഗ്യം നോക്കുക. ബാലേ മരാളകുലമൂലദളാനി സപ്ത തീരേ വിലാസഭരമന്ധരഗണ്യപശ്യം കുറുവച്ച കേളികലഹം കളഹം സയുഗ്മം ശേഷം ജലേവദ മരാളകുലപ്രമാണം. വാസ്തവത്തിൽ ഇതിന്റെ മെത്തഡോളജി, കണക്ക് എങ്ങനെയാണ് ചെയ്തത്, എങ്ങനെയാണ് ഇത് ആവിഷ്കരിച്ചത്, ഏത് സന്ദർഭത്തിലാണ് ടെക്സ്റ്റിൽ വന്നത്, അതൊക്കെയാണ് കൂടുതൽ പറയേണ്ടത്. അതിന് നമുക്കിപ്പോൾ അവകാശമില്ല,
സമയം വളരെ കഷ്ടിയാണ്. മാത്രമല്ല കുറച്ചുകൂടി ഒതുങ്ങിയ ഒരു ഇതിൽ അസംബ്ലിയിൽ കുറച്ചുകൂടി ഡെമോൺസ്ട്രേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണുള്ളത്. എനിക്ക് വാസ്തവത്തിൽ അതിലാണ് കൂടുതൽ താല്പര്യമെങ്കിലും ഇപ്പോൾ ഉള്ള നിയോഗമാണല്ലോ അനുസരിക്കേണ്ടത്. അപ്പോൾ ഈ ലീലാവതിയിൽ 266 പദ്യങ്ങളേ ഉള്ളൂ. 266 പദ്യങ്ങൾ. അതിൽ അരിത്മെറ്റിക്സ് ആണ് കൂടുതലായിട്ടും ഡീൽ ചെയ്യുന്നത്. പിന്നെ കുറച്ച് ആൾജബ്ര, ട്രിഗണോമെട്രി, പിന്നെ മിസലേനിയസ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. ഈ പുസ്തകത്തിലെ അവസാനത്തെ പദ്യമാണ് അവിടെ എഴുതിയിട്ടിരിക്കുന്നത്. യേഷാം സുജാതി ഗുണവർഗ വിഭൂഷിതാംഗീ ശുദ്ധാഖില വ്യവഹൃതി ഖലു കണ്ഠസക്ത ലീലാവതീഹ സരസോക്തിമുദാഹരന്തി തേഷാം സദൈവ സുഖസമ്പദുപൈതി വൃദ്ധിം. ഈ ലീലാവതി ആരുടെ കഴുത്തിലാണോ കയറി കെട്ടിപ്പിടിച്ച് ഇരിക്കുന്നത് അവന് സുഖവും സമ്പത്തും ധാരാളമായിട്ടുണ്ടാവും എന്നാണ്. ലീലാവതി എന്ന് വെച്ചാൽ ഒരു സുന്ദരിയുടെ വിശേഷണങ്ങളൊക്കെ അവിടെ പറഞ്ഞിരിക്കുന്നത്. നല്ല വിഭൂഷണങ്ങളുള്ളവൾ, നല്ല ജാതിയിലും നല്ല ഗുണവും ഉള്ളവൾ, ഗുണവർഗങ്ങൾ ധാരാളമായിട്ടുള്ളവൾ, അതുപോലെ അങ്ങനെയുള്ള ഒരു സുന്ദരി കഴുത്തിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്ന എന്നൊരു അർത്ഥം. അതല്ലാതെ ലീലാവതി എന്ന ഗ്രന്ഥം അതിൽ ഗുണക്രിയയുണ്ട്, വർഗക്രിയയുണ്ട്. ഗുണക്രിയ എന്ന് വെച്ചാൽ മൾട്ടിപ്ലിക്കേഷൻ, വർഗക്രിയ എന്ന് വെച്ചാൽ സ്ക്വയറിങ്. അതുകൊണ്ട് വിഭൂഷിതാംഗിയാണ് ഈ പുസ്തകം. അതുപോലെ ശുദ്ധാഖില വ്യവഹൃതി, ഇവിടെയുള്ള വ്യവഹാരങ്ങളെല്ലാം, ഇവിടെയുള്ള ക്രിയകളെല്ലാം ശുദ്ധമാണ്, വിത്തൗട്ട് എനി എറേഴ്സ്, ശുദ്ധമാണ്. ഇങ്ങനെയുള്ള ലീലാവതി എന്ന പുസ്തകം ആരുടെ കഴുത്തിലാണോ കയറി പിടിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ കണ്ഠത്തിൽ എപ്പോഴും ഉള്ളത്, ആരുടെ കണ്ഠത്തിലാണോ ഉള്ളതെന്ന് വെച്ചാൽ ആരാണോ ഇതിനെ ഹൃദിസ്ഥമാക്കിയിരുന്നത്, ബൈഹാർട്ട് ചെയ്തിരിക്കുന്നത്, അവൻ എപ്പോഴും സുഖവും സമ്പത്തും ഉണ്ടാവും എന്നാണ്. തേഷാം സദൈവ സുഖസമ്പദ് ഉപൈതി വൃദ്ധിം. അതുപോലെ മറ്റൊരു പദ്യവും കൂടിയാണ് ഞാൻ ഇവിടെ എഴുതി കാണിച്ചിരിക്കുന്നത്. അതിലേക്ക് പോകുന്നില്ല, സമയത്തിൻ്റെ കുറവ് കാരണം. ഇനി പറയാനുള്ളത് കേരള കാലഘട്ടമാണ്. മുമ്പ് സൂചിപ്പിച്ച പോലെ 12ാം നൂറ്റാണ്ടോടുകൂടി ഭാരതത്തിൽ ആകമാനം ഗണിത പ്രവർത്തനം നിലച്ചപ്പോൾ കേരളത്തിൽ അത് തുടങ്ങി, വളരെ ഗൗരവമായിട്ട് തന്നെ തുടങ്ങി. ഗൗരവമായിട്ട് തുടങ്ങിയെന്ന് പറയുമ്പോൾ ഒരു 100-300ഓളം വർഷങ്ങൾ തുടർച്ചയായിട്ട് ആ ട്രഡീഷന് ഒരു ഇടർച്ചയുമില്ലാതെ അഭംഗുരമായിട്ട് ഗണിത പ്രവർത്തനം, ഗൗരവമായിട്ടുള്ള ഗണിത പ്രവർത്തനം, റിസർച്ച്, സീരിയസ് റിസർച്ച് എന്ന് തന്നെ പറയാം, നടന്നിരുന്നു. ആ കാലത്താണ് ഇൻഫിനിറ്റ് സീരീസ് അതുപോലെ കാൽക്കുലസ് എന്ന് 2 ആധുനിക ഗണിത വിജ്ഞാന ശാഖകൾ കേരളത്തിൽ രൂപം കൊണ്ടത്. കേരളത്തിൽ രൂപം കണ്ട് 200 വർഷം, 150-200 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ന്യൂട്ടണും ലെബനീഷും ഒക്കെ വെസ്റ്റില് കാൽക്കുലസും അതുപോലെ സീരീസും മാത്തമാറ്റിക്കൽ സീരീസ്, മാത്തമാറ്റിക്കൽ അനാലിസിസ് ഒക്കെ രൂപപ്പെട്ട് വന്നത്. അപ്പോൾ ഇത് വളരെ ഗൗരവമായ പ്രവർത്തനം. ഗൗരവമായ പ്രവർത്തനം എന്ന് വെച്ചാൽ മുമ്പ് പറഞ്ഞല്ലോ, ഗണിതവും ജ്യോതിഷവും ഒന്നാണെന്ന് പറഞ്ഞല്ലോ. ഇവിടെ ജ്യോതിഷവും പഠിക്കപ്പെട്ടു, ഗണിതവും പഠിക്കപ്പെട്ടു. ജ്യോതിഷത്തിന് വേണ്ടി ഗണിതം പഠിക്കപ്പെട്ടു എന്ന് വെച്ചാൽ അസ്ട്രോണമിക്ക് വേണ്ടി മാത്തമാറ്റിക്സ് പഠിക്കപ്പെട്ടു. അസ്ട്രോണമി പഠിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ കാണിച്ചിരിക്കുന്നത് ഇടയ്ക്ക് വെച്ച് ചില പേരുകളാണ്, അതവിടെ ഇരിക്കട്ടെ. അതിന് മുമ്പ് കേരളത്തിലാണ് മാത്തമാറ്റിക്കൽ അസ്ട്രോണോമിക്കൽ കമ്പ്യൂട്ടേഷൻ കൂടെ റിവൈസ് ചെയ്യുകയും മോഡിഫൈ ചെയ്യുകയും ചെയ്തിരുന്നത്. അതായത് ആര്യഭടീയത്തിലെ അസ്ട്രോണോമിക്കൽ കമ്പ്യൂട്ടേഷൻ ഒക്കെ പറഞ്ഞിരുന്നു. അതായത് ഗ്രഹണം എപ്പോൾ നടക്കുമെന്ന് എങ്ങനെ ഗണിക്കാം, അതിന്റെ പ്രക്രിയ പറഞ്ഞിരുന്നു. ഇത് കുറെ കാലം കഴിഞ്ഞപ്പോൾ ശരിയാവുന്നില്ല, ഇതനുസരിച്ച് ഗണിച്ചു കഴിഞ്ഞാൽ തെറ്റ് വരുന്നുണ്ട് എന്ന് കണ്ടിട്ട് കേരളീയരാണ് ആദ്യമായിട്ട്, ആര്യഭടി ഉണ്ടായിട്ട് 200 വർഷങ്ങൾക്കാകാം അത് അതിന്റെ ഗണിത പ്രക്രിയ പരിഷ്കരിച്ചത്. 499 AD ആര്യഭടി എഴുതിയ ആര്യഭടൻ. 684 ഹരദത്തൻ അഥവാ ഹരിദത്തൻ എന്ന കേരളീയ ജ്യോതിർവിത്ത് പരഹിത ഗണിതം എന്ന പുസ്തകത്തിലൂടെ പുതിയൊരു ഗണിത പദ്ധതി ആവിഷ്കരിച്ചു. അത് ആവിഷ്കരിച്ചു എന്ന് പറഞ്ഞാൽ വെറുതെ പുസ്തകം എഴുതി വീട്ടിൽ വെക്കുകയല്ല ചെയ്തത്, പബ്ലിഷ് ചെയ്യുക, അങ്ങനെയൊന്നുമല്ല. മാമാങ്കത്തിൽ പ്രഖ്യാപനം ചെയ്യുകയാണ്. കേരളത്തിൽ ആര്യഭടന്റെ ഗണന രീതി ഇന്ന് പിഴച്ചു തുടങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് കേരളത്തിൽ നമ്മൾ ഗണിതം പരിഷ്കരിക്കുകയാണ് എന്ന ഒരു പ്രോക്ലമേഷനോടുകൂടിയാണ് അത് മാറ്റുന്നത്. ആ പരഹിത ഗണിതം തന്നെ 1431 വടശ്ശേരി പരമേശ്വരൻ, നമ്മളിപ്പോൾ പറയുന്ന കേരള കാലഘട്ടത്തിലെ ഒരു പ്രമുഖനായ ഗണിതജ്ഞനാണ്, അദ്ദേഹം വീണ്ടും പരിഷ്കരിച്ചു. അദ്ദേഹം ദൃഗ്ഗണിതം എന്ന പുസ്തകത്തിലൂടെയാണ് ഈ പരിഷ്കരണം നടത്തിയത്. ഈ പുസ്തകം എഴുതാൻ ഇദ്ദേഹം 55 വർഷക്കാലം തുടർച്ചയായിട്ട് ജ്യോതിർഗോളങ്ങളെ നിരീക്ഷിക്കുകയും നടന്ന എല്ലാ ഗ്രഹണങ്ങളും മുമ്പ് തന്നെ കാൽക്കുലേറ്റ് ചെയ്യുകയും
നിരീക്ഷിച്ച് സമയം രേഖപ്പെടുത്തുകയും മുമ്പ് കാൽക്കുലേറ്റ് ചെയ്തതും കണ്ടതും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അത് പഠിക്കുകയും അത് വെച്ചുകൊണ്ട് പരിഷ്കരണം നടത്തുകയും ചെയ്തു. ഇത് മുഴുവൻ രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു 10-20ഓളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈ വടശ്ശേരി പരമേശ്വരൻ എന്ന വിദ്വാൻ എഴുതിയ പുസ്തകങ്ങൾ വളരെ കനപ്പെട്ട പുസ്തകങ്ങളാണ് താനും. മാത്തമാറ്റിക്സ്, ആസ്ട്രോണമി, അസ്ട്രോളജിയിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ ആചാരത്തിൽ എഴുതിയിട്ടുണ്ട്. 55 വർഷകാലം അശ്രാന്തമായിട്ട് പരിശ്രമിച്ചിട്ട് ഉണ്ടാക്കിയതാണ് ദൃഗ്ഗണിതം എന്ന പുസ്തകം. അപ്പോൾ എത്ര സീരിയസ് റിസർച്ചാണ് നോക്കൂ. എത്ര പരിമിതമായ സൗകര്യങ്ങൾ ഉണ്ടായിരുന്ന കാലമാണ് അന്ന്. ജീവിതം തന്നെ ഒഴിഞ്ഞു വെക്കുകയാണ് ഈ ഗണിതശാസ്ത്രത്തിന്, ജ്യോതിഷശാസ്ത്രത്തിന് വേണ്ടി. അപ്പൊ ഈ ജ്യോതിഷം ഇങ്ങനെ കൂടെ പരിഷ്കരണം നടന്നിരുന്നു. അടുത്തത് നീലകണ്ഠ സ്വാമിയാജി, അദ്ദേഹത്തിന്റെ തന്നെ ശിഷ്യന്റെ ശിഷ്യൻ, വടശ്ശേരി പരമേശ്വരന്റെ ശിഷ്യന്റെ ശിഷ്യനാണ് കേളല്ലൂർ ചോമാതിരി അഥവാ നീലകണ്ഠ സ്വാമിയാജി. അദ്ദേഹം തന്റെ 2 പുസ്തകങ്ങളിൽ, തന്ത്രസംഗ്രഹം എന്ന പുസ്തകത്തിലും സിദ്ധാന്ത ദർപ്പണം എന്ന പുസ്തകത്തിലും വീണ്ടും ഇത് പരിഷ്കരിച്ചു. വീണ്ടും 1607 AD ദൃക്കരണം എന്ന പുസ്തകത്തില് പരിഷ്കരണം നടന്നു. പിന്നെ ആധുനികമായ കാലഘട്ടത്തിൽ നമ്മളുടെ VPK പൊതുവാൾ, മാതൃഭൂമി പഞ്ചാംഗം ഗണിക്കുന്ന പയ്യന്നൂരിലെ പൊതുവാള് ശുദ്ധ ദൃഗണിതം ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ ശുദ്ധ ദൃഗണിതത്തിലൂടെ കാൽക്കുലേഷൻ കിട്ടുന്ന കാൽക്കുലേഷൻ ഉണ്ടല്ലോ, അത് വളരെ ടെലസ്കോപ്പിക്കൽ കാൽക്കുലേഷനുമായിട്ട് ശരിക്കും സാമ്യം പുലർത്തുന്നുണ്ട്. ഇന്ത്യയിൽ ഇന്ന് ഒരുപാട് പഞ്ചാംഗങ്ങളുണ്ട്, ഒരുപാട്. കേരളത്തിൽ അങ്ങനെയില്ല. കേരളത്തിൽ പഴയ പഞ്ചാംഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും പുതിയ ഗണിതമാണ് കൂടെ ആവിഷ്കരിക്കുക. അത് സാർവത്രികമായിട്ട് അംഗീകരിക്കുന്നത് അതാണ്. കേരളത്തിന് പുറത്തു പോയി കഴിഞ്ഞാൽ വളരെ പഴയ പഞ്ചാംഗങ്ങൾ ഇപ്പോഴും ഉണ്ട്. 50-60 പഞ്ചാംഗങ്ങളൊക്കെയാണ് ഒരു സ്റ്റേറ്റിൽ കാണുക. അതിൽ മിക്കവാറും ഒരുപാട് വ്യത്യാസങ്ങൾ, കാൽക്കുലേഷനിലെ വ്യത്യാസം കാണുകയും ചെയ്യും. കേരളത്തിൽ അങ്ങനെയല്ല. ജ്യോതിഷം ഒരു പരീക്ഷണ നിരീക്ഷണ വിധേയമായ ശാസ്ത്രമാണെന്ന് കണ്ടു മനസ്സിലാക്കി അതങ്ങനെ തന്നെ പ്രവർത്തിച്ച് അതിനുവേണ്ടി ഗണിതം കാര്യമായിട്ട് പ്രവർത്തിച്ചിരുന്നു. ഈ കേരള കാലഘട്ടത്തിന്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ സവിശേഷതകൾ ഒന്ന് ഇപ്പൊ പറഞ്ഞ ഇത് തന്നെയാണ്. റാഷണൽ അപ്രോച്ച്, ക്രിട്ടിക്കൽ ആൻഡ് റാഷണൽ അപ്രോച്ച് ആൻഡ് ദ പീരിയോഡിക്കൽ മോഡിഫിക്കേഷൻ ഓഫ് ആസ്ട്രോണോമിക്കൽ കമ്പ്യൂട്ടേഷൻ, പീരിയോഡിക്കൽ റിവിഷൻ ഓഫ് സിസ്റ്റം എന്ന് 4ാമതായിട്ട് കൊടുത്തിട്ടുള്ളത്, 5ാമതായിട്ട് കൊടുത്തിട്ടുള്ളത് റാഷണൽ ആൻഡ് ക്രിട്ടിക്കൽ അപ്രോച്ച്. അതുപോലെ കണ്ടിന്യൂറ്റി ഓഫ് ട്രഡീഷൻ, ഗുരുശിഷ്യ പരമ്പരയ അത് തുടർച്ചയായിട്ട് അഭംഗുരം തുടർന്നു വന്നു. പിന്നെ ആര്യഭടൻ സിസ്റ്റം ഓഫ് കമ്പ്യൂട്ടേഷൻ, ഇവിടെ ആര്യഭടീയം അനുസരിച്ചുള്ള ഗണന രീതി മാത്രമാണ് സ്വീകാര്യമായിരുന്നത്. മറ്റ് സ്ഥലങ്ങളിലൊക്കെ സൂര്യസിദ്ധാന്തമാണ് പഠിച്ചിരുന്നത്. അതുപോലെ മറ്റൊരു സംഗതി മാത്തമാറ്റിക്കൽ അനാലിസിസ്, മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണ്. ഇൻഫിനിറ്റ് സീരീസ്, അനന്തശ്രേണികളുടെ പഠനം, അത് കാര്യമായിട്ട് നടന്നിരുന്നു. ഇതൊക്കെയാണ് കേരള കാലഘട്ടത്തിലെ നോട്ടബിൾ പോയിന്റ്സ്. ഇതിൽ തന്നെ ചില കാര്യങ്ങൾ വളരെ ബോൾഡായിട്ട് ചില കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കത് പറയാതിരിക്കാൻ വയ്യ. കേളല്ലൂർ ചോമാതിരി പറയാണ്, ജ്യോതിഷം എന്ന് പറഞ്ഞാൽ അതൊരു സയൻസ് ആണ്. സയൻസ് ഇൻ ദ സെൻസ് ഇറ്റ് ക്യാൻ ബി ആൻഡ് ഇറ്റ് ഷുഡ് ബി സബ്ജക്റ്റഡ് ടു പീരിയോഡിക്കൽ വെരിഫിക്കേഷൻ ആൻഡ് മോഡിഫിക്കേഷൻ. എപ്പോഴാ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആര്യഭടീയത്തിൽ ഒരു വരിയുണ്ട്, സദസജ്ഞാന സമുദ്രാത് സമുദ്രിതം ദേവതാപ്രസാദേന എന്നൊരു വരിയുണ്ട്. ദേവതയുടെ പ്രസാദം കൊണ്ട് ഞാൻ ഈ ശാസ്ത്രം ആഴക്കടലിൽ നിന്നും പൊക്കിയെടുത്തതാണ് ഈ ജ്യോതിഷശാസ്ത്രം എന്ന് ആര്യഭടൻ പറയാണ്. അതിന്റെ അർത്ഥം പറയാണ് അദ്ദേഹം, ദേവതാപ്രസാദം എന്ന് വെച്ചാൽ സൂര്യനോ ബ്രഹ്മാവോ ഇറങ്ങി വന്ന് ഉപദേശിച്ചു കൊടുത്തു എന്നൊന്നും അർത്ഥമില്ല. അങ്ങനെ ഒരിക്കലും ഉണ്ടാവുകയുമില്ല. മന്ദ മൈവം വിഡ്ഢി താൻ പറഞ്ഞ പോലെ അല്ല എന്നാണ്. ദേവതാപ്രസാദ മതി വൈമല്യഹേതുരേവ. ദേവതാപ്രസാദം എന്ന് വെച്ചാൽ ബുദ്ധിക്ക് തെളിച്ചം കിട്ടും ദേവതാപ്രസാദം കൊണ്ട്, അല്ലെങ്കിൽ ദേവത ഇറങ്ങി വരുമെന്ന് ഒരിക്കലും സംഭാവ്യമല്ല. ബ്രഹ്മാവോ സൂര്യനോ ഇറങ്ങി വന്ന് ഉപദേശിക്കുകയൊന്നും ഇല്ലല്ലോ. നഹി നതു പുനഃ ബ്രഹ്മ ആദിത്യോവ സ്വയമേവ ആഗത്യ ഉപദിശേത്. ഈ കാര്യം പറയാൻ വേണ്ടി മാത്രം ഈ കേളല്ലൂർ ചോമാതിരി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ജ്യോതിർമീമാംസ. അതിൽ പറയുന്നത് ജ്യോതിഷം ദൈവദത്തമായ ഒന്നല്ല, അത് പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് വിധേയമായ ശാസ്ത്രമാണ്. കൂടെ നമ്മൾ നിരീക്ഷണങ്ങളിലൂടെ നമ്മളുടെ ഗണനം പരിഷ്കരിക്കണം. അത് പറയാൻ വേണ്ടി മാത്രമാണ്. തസ്മാത് ശിഷ്യപ്രശിഷ്യ പരമ്പരയാ സർവൈരപി പരീക്ഷണം കാര്യം. എല്ലാവരും പരീക്ഷണം ചെയ്യണം എന്ന് പറയാണ്. അത് പറയുക മാത്രമല്ല, അദ്ദേഹം ചെയ്ത പരീക്ഷണങ്ങളുടെയും ഇതൊക്കെ ഡാറ്റ റെക്കോർഡ് ചെയ്ത് വെക്കുകയും ചെയ്യുന്നുണ്ട്. ശിഷ്യാണാം ഗ്രഹപരീക്ഷാ സാമർഥ്യാപാദനമേവ ശാസ്ത്രപ്രയോജനം. ശിഷ്യന്മാർക്ക് എങ്ങനെ എക്സ്പെരിമെന്റേഷൻ, എങ്ങനെ മോഡിഫിക്കേഷൻ നടത്തണം
എന്നുള്ളത് പറഞ്ഞു കൊടുക്കലാണ് ശാസ്ത്രത്തിന്റെ മെയിൻ ഓർ പ്രൈം എയിം ആൻഡ് ഗോൾ എന്നാണ്. അതാണ് ശാസ്ത്രത്തിന്റെ പ്രയോജനം, അല്ലാതെ റിസൾട്ട്സ് തരാനുള്ളതല്ല ശാസ്ത്രം എന്നാണ്. അതുപോലെ ആര്യഭട്ടസ്യ പരീക്ഷാപരത്വാദേവ സകല ദേശകാലയോ സ്ഫുടാർത്ഥത്വം. വൈ Aryabhata got so much acclamation and why he is accepted unanimously? Only because he was and he is a very good experimenter എന്നാണ് പറയുന്നത്. ആര്യഭടസ്യ പരീക്ഷാപരത്വാദേവ സകല ദേശകാലയോ സ്ഫുടാർത്ഥത്വം ന പുനഃ തദുക്ത ഭഗണാദി വൈശിഷ്ട്യാത്. അദ്ദേഹം ആര്യഭടീയത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ള അസ്ട്രോണോമിക്കൽ പാരാമീറ്റേഴ്സ് ഉണ്ടല്ലോ, അതിന്റെ സ്പെഷ്യാലിറ്റി കൊണ്ടൊന്നും അല്ല അദ്ദേഹത്തിന്റെ മഹത്വം. അദ്ദേഹം ഒരുപാട് നിരീക്ഷണങ്ങളും നടത്തി ഈ കിട്ടിയിരിക്കുന്ന ശാസ്ത്രത്തെ നന്നായിട്ട് പരിഷ്കരിച്ചു, ശാസ്ത്രത്തെ ശാസ്ത്രമായിട്ട് കണ്ടു. അതാണ് ആര്യഭടന്റെ യുണീക്ക്നെസ് എന്ന് വളരെ ബോൾഡായിട്ടാണ് അത് പ്രഖ്യാപനം ചെയ്യുന്നത്. നോക്കണം, ഇത് എവിടെയാ പ്രഖ്യാപനം ചെയ്യുന്നത്? ഭാരതത്തില് ക്ലാസിക്കൽ കാലഘട്ടത്തിൽ ഒരിക്കലും യുക്തി ഒന്നിനും പറഞ്ഞിരുന്നില്ല, പ്രൂഫ് പറയുന്നല്ലാതെ ഡെറിവേഷൻസ് ഒന്നിനും പറയില്ല. ആ ഭാരതത്തിലാണ് കേരളത്തിലെ ഒരു വിദ്വാൻ പറയുന്നത്. മാത്രമല്ല, പറയുന്ന ആളെങ്ങനെയുള്ള ആളാണ്? ചോമാതിരിയാണ്, സോമയാജിയാണ്. ഒരു കുറശതമധുരങ്ങൾ ചെയ്ത ആളാണ്. 99ഓളം യാഗങ്ങൾ ചെയ്തു എന്നാണ് ഒരു റെഫറൻസ്. സോമയാജി എന്ന് വെച്ചാൽ സോമയാഗം ചെയ്ത ആള്. ഇത്രയും വിശ്വാസിയായിട്ടുള്ള ആള്, ഇത്രയും പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്ന ഒരു യാഥാസ്ഥിതികൻ ശാസ്ത്രത്തിന്റെ കാര്യം പറയുമ്പോൾ വളരെ ബോൾഡായിട്ട് പറയുകയാണ്, ഇത് ദൈവദത്തമായ ഒരു സാധനമൊന്നുമല്ല, വരപ്രസാദമല്ല, ഇത് സയൻസ് ആണ്. ഈ കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് നടത്തിയ ആന്റിസിപ്പേഷൻസ് ചിലത് കാണിക്കാം. അതായത് മോഡേൺ ഫൈൻഡിങ്സിന്റെ ആന്റിസിപ്പേഷൻസ്. ഈ കാണുന്ന സംഗതികളെല്ലാം ഞാൻ പുതുതായിട്ട് പറയുകയൊന്നുമില്ല, നിങ്ങളിൽ ചിലപ്പോൾ പുതുതായിട്ട് കേൾക്കുന്ന സംഗതികളാവാം. പക്ഷെ ഇത് ധാരാളം പഠിക്കപ്പെട്ടുള്ള സംഗതിയാണ്, ഇപ്പോഴും പഠിച്ചു കൊണ്ടിരിക്കുന്ന സംഗതിയും കൂടിയാണ്. ടൈലർ സീരീസ് ഫോർ സൈൻ ആൻഡ് കൊസൈൻ ഫങ്ഷൻസ്, ന്യൂട്ടൺസ് പവർ സീരീസ് ഫോർ സൈൻ ആൻഡ് കൊസൈൻ, ഗ്രെഗറി ലെബനിഷ് സീരീസ് ഫോർ ഇൻവേഴ്സ് ടാൻജന്റ്, ലെബനിഷ് പവർ സീരീസ് ഫോർ പൈ. ഇതിനെക്കുറിച്ചുള്ള റെഫറൻസുകൾ ധാരാളമായിട്ട് കിട്ടുന്നത് KV ശർമ്മയുടെ എ ഹിസ്റ്ററി ഓഫ് കേരള സ്കൂൾ ഓഫ് ഹിന്ദു അസ്ട്രോണമി എന്നൊരു പുസ്തകമുണ്ട്. ഹോഷിയാർപൂരിൽ നിന്നും പഞ്ചാബിൽ നിന്നും പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു പുസ്തകം, എ ഹിസ്റ്ററി ഓഫ് കേരള സ്കൂൾ ഓഫ് ഹിന്ദു അസ്ട്രോണമി. ഈ KV ശർമ്മ കേരളീയമായിട്ടുള്ള ഒരുപാട് ഗണിത ഗ്രന്ഥങ്ങളുടെ, ജ്യോതിഷ ഗ്രന്ഥങ്ങളെ കണ്ടെടുക്കുകയും പ്രസാധനം ചെയ്യുകയും പ്രകാശനം ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു മഹത് വ്യക്തിയാണ്. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഒരുപാട് കാലം അദ്ദേഹമാണ് ഈ ദൃഗ്ഗണിതമൊക്കെ കണ്ടെടുത്ത് പ്രകാശിപ്പിച്ചത്. ദൃഗ്ഗണിതം, തന്ത്രസംഗ്രഹം, യുക്തിഭാഷ, സദ്രത്നമാല, ഈ 4 പുസ്തകങ്ങൾ വെച്ചുകൊണ്ട് ഒരുപാട് പഠനങ്ങൾക്ക് എന്നും പ്രസക്തിയുണ്ട്. ഇപ്പൊ പറഞ്ഞ ആര്യഭടീയ ഭാഷയുണ്ടല്ലോ ചോമാതിരിയുടെ, അതിലും തന്ത്രസംഗ്രഹത്തിലും ഒരുപാട് യുക്തികൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. റാഷണേൽസ് ആൻഡ് അപ്രോച്ചസ്, മെത്തഡോളജി വളരെ വിശദമായിട്ട് പറയുന്ന രീതിയാണ് കേരളീയരുടെ എല്ലാവരുടെയും, പ്രത്യേകിച്ചും കേരളൂർ ചോമാതിരിയുടെ. ഇത് കാര്യമായിട്ടുള്ള പഠനങ്ങൾ, സീരിയസ് ആയിട്ടുള്ള റിസർച്ച് നടക്കുകയാണെങ്കിൽ പുതിയ പുതിയ കണ്ടെത്തലുകൾ അല്ലെങ്കിൽ കണ്ടെത്തൽ ചില സൂചനകൾ, ചില ദിഗ്ദർശനങ്ങൾ തീർച്ചയായിട്ടും കിട്ടും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഈ ലെബനിഷ് പവർ സീരീസ് ഫോർ പൈ മാത്രം, അതിന്റെ പദ്യം മാത്രം ഞാൻ കാണിക്കുന്നുണ്ട്. അതിന് എക്സ്പ്ലനേഷൻ തരുന്നില്ല, സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 4:15 നിർത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പറയുന്ന വിഷയം വളരെ ശുഷ്കം, പറയുന്ന രീതി വളരെ വിരസം, സമയം ഇപ്പോ ഈ ഉച്ചതിരിഞ്ഞുള്ള സമയം, അപ്പൊ ഞാൻ കൂടുതൽ മുഷിപ്പിക്കുന്നില്ല. വ്യാസേ വാരിധി നിഹത്തെ രൂപഹൃത്തെ വ്യാസസാഗരാഭിഹത്തെ ത്രിശരാദി വിഷമസംഖ്യാഭക്തം ഋണം സ്വം പൃഥക് കുര്യാത്. മുകളിൽ തന്നിട്ടുള്ള ഒരു വൃത്തത്തിന്റെ സർക്കംഫറൻസിനുള്ള ഫോർമുല തന്നെയാണ്. വൃത്തത്തിന്റെ സർക്കംഫറൻസ് ഡയമീറ്റർ വെച്ചുകൊണ്ടാണ് ഒരു സീരീസ് ആയിട്ട്, ഇൻഫിനിറ്റ് സീരീസ് ആയിട്ടാണ് കാണിക്കുന്നത്. അതിൽ നിന്നും പൈന്റെ വില കിട്ടും. പൈന്റെ വിലയാണ് തരുന്നത്. ഇത് തന്നെയാണ് ലെബനീഷ് എന്ന വിദ്വാൻ, പാശ്ചാത്യൻ, 15-ാം നൂറ്റാണ്ടില് 16-ാം നൂറ്റാണ്ടില് അവിടെ രേഖപ്പെടുത്തിയത്. അതിനു മുമ്പ് തന്നെ, വളരെ മുമ്പ്, സംഗമഗ്രാമമാധവൻ എന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഗണിത പ്രതിഭ, അദ്ദേഹത്തിന്റെ പേര് നമ്മൾ പറഞ്ഞു പോയില്ല, എല്ലാം അങ്ങനെ ഓടിച്ചു പറയുമ്പോൾ പറഞ്ഞു വിട്ടുപോയിട്ടുണ്ട്. സംഗമഗ്രാമമാധവൻ, ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഗണിത പ്രതിഭ എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. അത്രയും വലിയൊരു വിദ്വാനാണ്. 14-ാം നൂറ്റാണ്ടില് ഈ ഫ്ലക്ഷനും ഇന്റഗ്രേഷനും ഡിഫറൻഷിയേഷനും ഒക്കെ
കണ്ടിട്ടുള്ള ആൾ അത് ഇൻഡ്യൂഷൻ കൊണ്ട് കണ്ടതാണോ അല്ല ഇനി പരീക്ഷണം കൊണ്ട് കണ്ടതാണോ നമുക്ക് പറയാൻ പറ്റില്ല. ഏതായാലും കണ്ടിട്ടുണ്ടോ എന്നുള്ളതിന് വ്യക്തമായ സാഹിത്യപരമായിട്ടുള്ള തെളിവുകൾ നമുക്ക് റെക്കോർഡ്സ് ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് പഠനങ്ങൾ, ഒരുപാട് റിസൾട്ട് തന്നിട്ടുണ്ട് കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് ഓർ കേരള സ്കൂൾ ഓഫ് ആസ്ട്രോണമി. ഇത്രയും പറഞ്ഞു നിർത്തുകയാണ്. ഒരു എത്രത്തോളം നിങ്ങളിൽ ഞാൻ പറയുന്ന സംഗതികൾ എത്തി എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരുറപ്പുണ്ട്, അങ്കുലി പരിമിതരായ ആളുകളെങ്കിലും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ ഇത് കുറച്ചൊക്കെ കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അത് മതി എനിക്ക്, അതാണ് വേണ്ടതും. ഏതായാലും ഇത്ര നേരം ഇരുന്ന് തന്നതിന് എല്ലാവർക്കും നന്ദി. നമസ്കാരം. ഡോക്ടർ N.K. സുന്ദരേശിന്റെ പ്രഭാഷണം വീണ്ടും തുടരുന്നതാണ്. അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന് ഇതിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ ഇടവേളയ്ക്ക് ശേഷം സ്വീകരിക്കുന്നതാണ്. അതിനുള്ള മറുപടി അദ്ദേഹം പറയുന്നതാണ്. 4:15 മുതൽ 4:25 വരെ ടീ ബ്രേക്ക്. ടീ ബ്രേക്കിന് ശേഷം ഈ വിഷയത്തെ ആസ്പദമാക്കിയുള്ള ചോദ്യം. എൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, സത്യം പറയുക, പച്ചയ്ക്ക് പറയുക എന്നുള്ളതാണ് രീതി. നിങ്ങൾക്ക് ഹൃദ്യമാവണം എന്ന് ഞാൻ ഒരിക്കലും നോക്കുന്നില്ല. അതുകൊണ്ട് മറുപടിയും അത്തരത്തിൽ തന്നെയാവും. വേദഗണിതം ഇന്ന് ഭാരതത്തിലെ ഏതെങ്കിലും സർവകലാശാലകളിൽ പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ അതിന് എവിടെയാണ് സൗകര്യമുള്ളത്? പഠിക്കുവാൻ എത്ര വർഷം വേണ്ടിവരും? വേദഗണിതം ഭാരതീ കൃഷ്ണതീർത്ഥ സ്വാമിജിയുടെ വേദഗണിതം എന്ന പുസ്തകം യൂണിവേഴ്സിറ്റി സിലബസിൽ ഒരിടത്തും പഠിപ്പിക്കുന്നില്ല. അദ്ദേഹം തന്നെ സ്വന്തം പുസ്തകത്തിൽ ഇത് വെറും ഒരു 4-5 മാസങ്ങളിലുള്ളിൽ പഠിക്കാൻ പറ്റും, ദിവസവും 2-3 മണിക്കൂർ ചെലവഴിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. വേദഗണിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് വാസ്തവത്തിൽ വേദവുമായിട്ട് വലിയ ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. വൈദിക പാരമ്പര്യവുമായിട്ട് ബന്ധമുണ്ട്, വൈദികമായ ഒരു ഗണന രീതിയുമായിട്ട് ബന്ധമുണ്ട്. പക്ഷേ ഒരു വേദത്തിലും അഥർവവേദത്തിന്റെ പരിശിഷ്ടത്തിലുണ്ടെന്നാണ് അദ്ദേഹം ആദ്യത്തെ പതിപ്പിൽ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതുവരെ ഉപലഭ്യമായിട്ടുള്ള അഥർവവേദത്തിന്റെ ഒരു പരിശിഷ്ടത്തിലും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന 16 സൂത്രങ്ങളും കിട്ടാനില്ല. ഇതൊരു വസ്തുത. അതേ സമയത്ത് വളരെ ഫാസ്റ്റായിട്ട് ഈസി ആയിട്ട് മാത്തമാറ്റിക്കൽ കമ്പ്യൂട്ടേഷൻ നടത്താൻ പറ്റുന്ന സൂത്രങ്ങളാണ് അദ്ദേഹം തന്നിട്ടുള്ളത്. അത് മറ്റൊരു വസ്തുത. അടുത്ത ചോദ്യം, എങ്ങനെയാണ് ഇത്തരം മഹത് ഗ്രന്ഥങ്ങൾ സൃഷ്ടിച്ച ഭാരതീയർക്ക് നഷ്ടമായത്? ഇത് ആധുനിക മനുഷ്യനിൽ, വിദ്യാർത്ഥികളിൽ എങ്ങനെ കൂടുതലായി അറിയാൻ ഉപകരിക്കുന്ന ബുക്കുകൾ ഏതൊക്കെയാണ്? ഒക്കെയാണ് ചോദ്യം. അതിൽ വാക്കുകൾ എന്തൊക്കെയാലും ആയാലും വളരെ പ്രസക്തമായിട്ടുള്ള, വളരെ ആത്മാർത്ഥതയുള്ള ഒരു ചോദ്യമാണ്. എങ്ങനെയാണ് ഈ പാരമ്പര്യം നഷ്ടപ്പെട്ടു പോയതെന്ന് ഒരു ഭാഗം. 2, അതെങ്ങനെ നിലനിർത്താമെന്ന്. 3, അത് വിദ്യാർത്ഥികളിൽ എങ്ങനെ എത്തിക്കാമെന്ന്. എങ്ങനെ നഷ്ടപ്പെട്ടു എന്നുള്ളത് ഞാൻ കുറച്ചൊന്ന് സൂചിപ്പിച്ചു. ഒന്ന്, നമ്മളുടെ പഴയ പഠന രീതി, പഠന പ്രണാളി അത് നഷ്ടമായതോടുകൂടി നഷ്ടപ്പെട്ടു. മറ്റൊന്ന്, നമുക്ക് ചരിത്രബോധം തീരെ ഇല്ലാതെ പോയി. ഇപ്പോഴും ഞാൻ പല സെമിനാറുകളിലും പങ്കെടുക്കുമ്പോൾ അക്കാഡമിക് ബോഡീസിൽ അതുപോലെ അതോറിറ്റീസിനോട് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, ഹിസ്റ്ററി ഓഫ് സയൻസ് നമ്മൾ പഠിപ്പിക്കണം. ഹിസ്റ്ററി ഓഫ് സയൻസ് നമ്മളൊന്ന് റീറൈറ്റ് ചെയ്യണം. റീറൈറ്റ് ചെയ്യാന്ന് വെച്ചാൽ നല്ല രീതിയിൽ, നല്ല ശാസ്ത്രീയമായ രീതിയിൽ റീറൈറ്റ് ചെയ്തിട്ട് അത് പഠിപ്പിക്കണം. അത് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ്, സയൻസ്, പ്യുവർ സയൻസ് സ്റ്റുഡൻസ് അവരെല്ലാവരും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കുറെ കാലങ്ങൾക്ക് മുമ്പ് ഫസ്റ്റ് ഗ്രൂപ്പ് മാത്സ്, ഫിസിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി പഠിക്കുന്ന വിദ്യാർത്ഥികൾ കുറച്ച് സോഷ്യൽ സ്റ്റഡീസ് പഠിച്ചിരിക്കണം, നിർബന്ധമായിരുന്നു. ഹിസ്റ്ററി ഓഫ് സയൻസ് പോലെ അത് ശരിക്കും പ്യുവറായിട്ട് ഹിസ്റ്ററി ഓഫ് സയൻസ് ഒരു പേപ്പർ തന്നെ വെക്കേണ്ടതാണ്. അത് ടെക്നിക്കൽ കോഴ്സ് ചെയ്യുന്നവർക്കും നിർബന്ധമാക്കണം. അങ്ങനെയാണെങ്കിൽ കുറച്ചൊക്കെ വ്യത്യാസപ്പെടും. പിന്നെ ഇത് ഇന്ന് വിദ്യാർത്ഥികളിൽ എത്തിക്കാനുള്ള പുസ്തകങ്ങളുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പുസ്തകങ്ങളുണ്ട്. ഭാരതീയ ഗണിതം കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ, അതുപോലെ പ്രാചീന ഗണിതം കേരളത്തിൽ, അതും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തന്നെയാണ്. രണ്ടാമത്തെ പുസ്തകം ഒരു C.K. മോസദ് എഴുതിയാണ്. ഒന്നാമത്തെ പുസ്തകം P. രാമചന്ദ്രൻ എഴുതിയാണ്, പ്രൊഫസർ P. രാമചന്ദ്രൻ. രണ്ടും വളരെ നല്ല പുസ്തകങ്ങൾ തന്നെയാണ്. പിന്നെ ഇത് എന്നും പ്രചരിച്ച് കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട്. അവരെ തിരിച്ചറിഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കുക, അവരെ ഉപയോഗിക്കുക. ഇതാണ് മറ്റൊരു വഴി. പ്രഡിക്ഷൻസ് ബേസ്ഡ് ഓൺ ജാതക ആർ ഓൺലി ഇമാജിനറി ഓർ റിയൽ? ടു ഹൗ മച്ച് പെർസെൻറ്റേജ് വി ക്യാൻ കൺക്ലൂഡ്? ചോദ്യമാണ്. അസ്ട്രോളജിയെ കുറിച്ചാണ് ചോദിക്കുന്നത്. അസ്ട്രോളജി എത്രത്തോളം സത്യമാവുന്നു? എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അല്ലേ പറയാൻ പറ്റുള്ളൂ.
അസ്ട്രോളജി എന്ന് പറയുന്നത് പ്രോബബിലിറ്റിയാണ്. പ്രോബബിലിറ്റി അത് സത്യമാവണമെങ്കിൽ ശാസ്ത്ര പരിജ്ഞാനമല്ല ആവശ്യം, ദൈവാനുഗ്രഹമാണ് ആവശ്യം. ഗ്രേസ് ഓഫ് ഗോഡ്, ഇൻറ്റ്യൂഷനും ഗ്രേസ് ഓഫ് ഗോഡും അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ലൊരു പെർസെൻറ്റേജ് 90% വരെ ശരിയാവും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഉറച്ച ധാരണ. പക്ഷേ അതാണ് വേണ്ടത്, ദൈവാനുഗ്രഹമാണ് വേണ്ടത്, ശാസ്ത്രപരിജ്ഞാനമോ മറ്റൊന്നുമല്ല. ശാസ്ത്രം എന്ന് പറയുന്നത് അസ്ട്രോളജി ഈസ് എ സ്യൂഡോ സയൻസ് എന്ന് തന്നെ നമ്മൾ ഉറക്കെ പറയേണ്ട കാര്യം തന്നെയാണ്. സ്യൂഡോ സയൻസ് ആയതുകൊണ്ട് തള്ളി പറയണമെന്ന് ഒരിക്കലും ഇല്ല. സ്യൂഡോ സയൻസിലൊക്കെ നമ്മളെ നയിക്കുന്നത് ശാസ്ത്രമല്ല, നമ്മൾ ഉണ്ടാക്കി വെച്ച നിയമസംഹിതകളല്ല, നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന നിയമസംഹിതകളല്ല. നമ്മളെ നയിക്കുന്നത് മനുഷ്യവികാരങ്ങളും വിചാരങ്ങളും നമ്മളുടെ തന്നെ അസ്തിത്വവും നമ്മളുടെ അന്തർദർശനവും നമ്മളുടെ ആത്മാവും നമ്മളുടെ സ്പിരിറ്റുമാണ്. അത് സയൻസ് ഒന്നുമല്ല. അത് ചിലപ്പോഴൊക്കെ സ്യൂഡോ സയൻസ് കൊണ്ട് തന്നെയാണ് അതിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത്. അതുകൊണ്ട് അതിനെ തള്ളി പറയണമെന്നില്ല. പക്ഷെ നമ്മൾ സയൻസിന്റെ ഒരു നിലപാട് വെസ്റ്റേൺ അപ്രോച്ച് വെച്ചുകൊണ്ട് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അസ്ട്രോളജി ഈസ് എ സ്യൂഡോ സയൻസ്. കൺഫ്യൂസ് ചെയ്യാതെ കാര്യം മനസ്സിലാക്കുക. ആര്യഭടന്റെ ടേബിൾ ഓഫ് സയൻസ് എന്താണ്, അദ്ദേഹം അത് എങ്ങനെ കണ്ടുപിടിച്ചു? ട്രിഗണോമെട്രിയിലെ സൈൻ, കോസൈൻ, ടാൻജന്റ് എന്നൊക്കെ പറയുന്ന വിലകളുണ്ട്. ഈ വിലകൾ ഓരോ നിശ്ചിത കോണിന് ഒരു നിശ്ചിത അന്തരം വരുമ്പോൾ എത്രത്തോളം വിലകൾ വരും എന്നുള്ള ഒരു പട്ടിക അദ്ദേഹം തന്നിരിക്കുകയാണ്. അത് ആര്യഭടീയം എന്ന പുസ്തകത്തിൽ കൊടുത്തിരിക്കുകയാണ്. ആര്യഭടീയത്തിന് മലയാളത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞ വി.പി. പണിക്കരുടെ ഒരു മലയാള വിവർത്തനമുണ്ട്. അതുകൂടാതെ ആര്യഭടീയത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഡോക്ടർ ടി ത്രിവിക്രമന്റെ ഒരു പുസ്തകമുണ്ട്. അതിലും ഈ സയൻ വാല്യൂസ്, സയൻ ടേബിളിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ ആദ്യം പണിക്കരുടെയും രണ്ടാമത് ത്രിവിക്രമന്റെയും പുസ്തകങ്ങൾ പറഞ്ഞതെന്ന് വെച്ചാൽ, പണിക്കരുടെ പുസ്തകത്തിൽ ഒരുപാട് അക്ഷരപ്പിഴകൾ, അർത്ഥം തെറ്റിച്ച് പറയൽ ഒക്കെ ധാരാളമായിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു പ്രാമാണികമായിട്ട് ഞാൻ പറയില്ല. ത്രിവിക്രമന്റെ പുസ്തകം ആര്യഭടീയത്തിന്റെ വിവർത്തനമല്ല, വെറും ഒരു ബ്രീഫ് ഇൻട്രഡക്ഷൻ ആണ്. ബട്ട് ഫാക്ച്വൽ എറേഴ്സ് തീരെയില്ല. ഗ്രഹങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ഗ്രന്ഥങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ അവയിൽ പറയുന്ന കാര്യങ്ങൾ ചുരുക്കി പറയാമോ? ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഭാഗവതത്തിൽ പറയുന്ന അതലം വിതലം എന്നിവ ഏതാണ്? ഇവിടെ എന്തോ കൺഫ്യൂഷൻ ഉണ്ട് തോന്നുന്നു. ആദ്യം ഗ്രഹങ്ങളാ പറഞ്ഞത്. ഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ സെൻസിൽ സെൽഫ് ലൂമിനറി ബോഡീസ് അല്ലാത്ത ജ്യോതിസുകൾ, ഗോളങ്ങൾ ആണ് മോഡേൺ സയൻസിൽ. പഴയ സെൻസിൽ ഭാരതീയമായ പാരമ്പര്യത്തിൽ പറയുമ്പോൾ ഗ്രഹം എന്ന് പറഞ്ഞാൽ ചലിക്കുന്നവ, ഗ്രഹിക്കുന്നവ, ചലിക്കുന്നവ എന്നാണ്. നക്ഷത്രങ്ങൾ ചലിക്കുന്നില്ല, ഗ്രഹങ്ങൾ ചലിക്കുന്നു. ഇതാണ് വ്യത്യാസം. ഗ്രഹങ്ങളെക്കുറിച്ച് പറയുന്ന പുസ്തകങ്ങൾ മിക്കവാറും എല്ലാ അസ്ട്രോണോമിക്കൽ ടെക്സ്റ്റും ഗ്രഹങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഗ്രഹങ്ങളെക്കുറിച്ച് മാത്രമല്ല, ഗ്രഹണങ്ങളെക്കുറിച്ചും. ആര്യഭടീയം തൊട്ട് ബ്രഹ്മഗുപ്തന്റെ ബ്രാഹ്മസ്ഫുട സിദ്ധാന്തവും ഖണ്ഡഖാദ്യകവും അതുപോലെയുള്ള എല്ലാ ജ്യോതിഷ പുസ്തകങ്ങളും ഗ്രഹങ്ങളെയും ഗ്രഹണങ്ങളെയും കുറിച്ച് ഡീൽ ചെയ്യുന്നുണ്ട്. ഭാഗവതത്തിൽ പറയുന്ന അതലം വിതലം സുതലം രസാതലം തുടങ്ങിയിട്ടുള്ള 14 ലോകങ്ങൾ, ഇതൊക്കെ നമ്മൾ ഇല്ല എന്ന് പറയാൻ നമ്മൾ ആളല്ല. കാരണം നമ്മൾ കാണാത്ത കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. നമ്മൾ കണ്ടിട്ടില്ല എന്ന് പറയാം. എന്ന് പറഞ്ഞ പോലെ ഈ ലോകങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടില്ല. ഒരു ലെവൽ ഓഫ് തിങ്കിങ്ങിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കാണുമായിരിക്കും. അങ്ങനെയാണ് ലോകത്തിലെ പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടില്ല. ചിലതൊക്കെ നമ്മൾ ഉൾക്കൊള്ളാൻ കുറെ കാലം വേണ്ടി വരുന്നുണ്ട്. ഇപ്പൊ എല്ലാവരും പറഞ്ഞു നടക്കുന്നുണ്ട്, അഹം ബ്രഹ്മാസ്മി, തത്വമസി, വേദാന്തം, ഞാൻ എല്ലാവരിലും ഈശ്വരനെ കാണുന്നു, സാക്ഷാത്കാരം ഉണ്ടായി. പക്ഷെ ഈ പൊള്ളയായ വാക്കുകൾക്ക് അർത്ഥം വരുന്നത് അനുഭവിച്ചറിയുമ്പോഴാണ്. അത് നമ്മളൊരു ഫ്രീക്വൻസി, ഒരു വേവ് ലെങ്ത്തിൽ നിന്നും കറങ്ങി പെട്ടെന്ന് പൊട്ടൻഷ്യൽ കൂടി തട്ടിത്തെറിച്ച് മറ്റൊരു ഫ്രീക്വൻസിയിലേക്ക് ചെല്ലുമ്പോഴാണ് വരിക. അപ്പൊ നമുക്ക് ചിലപ്പോൾ ഇതെല്ലാം ശരിയായിട്ട് തോന്നുമായിരിക്കും.